കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ തിരുവെഴുത്തിന്റെ പഠനമാണ്. നമ്മുടെ ബൈബിൾ സ്റ്റഡി ആരംഭിക്കുകയാണ്. പഠിച്ചു വരുന്നത് ഇപ്പോൾ ആയിരിക്കുന്നത് തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതലുള്ള തിരുവെഴുത്തുകളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള, ക്രമമായി നാം പഠിച്ചു വരുന്നതിന്റെ ഭാഗമായി ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള വേദഭാഗം കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മൾ ആ പഠനം തുടരുകയാണ്. ആ വേദഭാഗം ഇങ്ങനെയാണ്: നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അപ്പൊ നമ്മൾ പഠിച്ചു വരുന്ന വിഷയം, നാം ചില കവചങ്ങൾ ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ഇതാണ് നമ്മുടെ പഠന വിഷയം. ഈ വേദഭാഗം പഠിച്ചു വരുമ്പോൾ ഇതിന്റെ 5-ാം അധ്യായത്തില് നമുക്ക് ഉറങ്ങുന്നവരെ കുറിച്ചും ഉണർന്നിരിക്കുന്നവരെ കുറിച്ചുമുള്ള ഒരു വിശദീകരണം നമുക്ക് കാണാൻ കഴിയുന്നു. വേദപുസ്തകത്തിൽ മനുഷ്യരെ അപ്പസ്തോലന്മാർ പൊതുവെ 3 തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 1 മരിച്ചവർ, 2 ഉറങ്ങുന്നവർ, 3 ഉണർന്നിരിക്കുന്നവർ. ഇങ്ങനെ 3 കൂട്ടര് പൗലോസിന്റെ ലേഖനങ്ങളിൽ പൗലോസ് അവതരിപ്പിക്കുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗത്ത് മരിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാമോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗം. അവിടെ പൗലോസ് എഴുതിയ ലേഖനമാണ്. അവിടെ പൗലോസ് മരിച്ചവരുടെ പ്രത്യേകത പറയുകയാണ്. നമുക്കൊക്കെ മരിച്ചവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലറായി കിടക്കുന്നവരെ അല്ലേ? എന്നാൽ പൗലോസ് മരിച്ചവരെന്ന് വിവക്ഷിക്കുന്നത് നമ്മളെയൊക്കെ തന്നെയാണ്. നിങ്ങളൊക്കെ ഒരു സമയത്ത് എങ്ങനെയുള്ളവരായിരുന്നു? മരിച്ചവരായിരുന്നു. എങ്ങനെ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അവൻ ഉയർപ്പിച്ചു. മതി. അപ്പൊ നിങ്ങൾ മുമ്പ് മരിച്ചവരായിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുക. അപ്പൊ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരുണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യരും മരിക്കപ്പെട്ട അവസ്ഥയിലാണ്. നമുക്കതറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആദമിന്റെ പാപം നിമിത്തം, ആദമിന്റെ ലംഘനം നിമിത്തം ലോകത്തിലേക്ക് എന്ത് വന്നു? മരണം വന്നു, പാപം വന്നു. സകല മനുഷ്യരും ജഡമായി മാറി, ജീവനില്ലാത്തതായി മാറി. എന്നാൽ ജീവനില്ലാത്ത മനുഷ്യർക്ക്, ജഡമായ മനുഷ്യർക്ക് ജീവൻ നൽകേണ്ടതിനായിട്ട് ആര് വന്നു? യേശു കർത്താവ് വന്നു. ആ യേശു കർത്താവിനാൽ ജീവൻ പ്രാപിച്ച കൂട്ടരോട് പൗലോസ് പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും കർത്താവ് എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഇനി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ് എന്ന് പൗലോസ് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മരിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ അതിന് ഉള്ള വിശദീകരണമാണ് തൊട്ടടുത്ത വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിന്റെ, വാക്യം വായിച്ച 2-ാം വാക്യം, നിങ്ങൾ മുമ്പ് മരിച്ചവരായിരുന്ന അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെ ജീവിച്ചത്? നിങ്ങൾ മരിച്ചവരായിരുന്നു എങ്ങനെ മനസ്സിലായെന്ന് അറിയാമോ? നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും അപ്പൊ നിങ്ങൾ മുമ്പേ ആരെ അനുസരിച്ചാ ജീവിച്ചിരുന്നേ? ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിന്റെ അധികാരത്തെയും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയാണ് നിങ്ങൾ എന്ത് ചെയ്തിരുന്നത്? അപ്പൊ ഈ ആകാശത്തിന്റെ അധികാരം, നമ്മൾ നേരത്തെ ആകാശത്തിന്റെ അധികാരികളെ അനുസരിച്ച് നടന്നത്. ആകാശത്തിന്റെ അധികാരികൾ ആരാണ്? ഈ ആകാശത്തിന്റെ അധികാരികൾ. ആകാശത്തിന് അധികാരമുണ്ടോ? ആകാശത്തിന് പവർ ഉണ്ടോ? ഉണ്ട്. ആകാശത്തിന്റെ അധികാരികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്തോട്ട് നോക്കിയാൽ നമുക്ക് ആരെയൊക്കെ കാണാൻ പറ്റുക? നക്ഷത്രങ്ങളെ കാണാം, സൂര്യനെ കാണാം, ചന്ദ്രനെ കാണാം. ഇതൊക്കെയാണ് എന്ത്? ആകാശത്തിന്റെ അധികാരികൾ, അധിപതികൾ, അല്ലയോ? ആണോ? ദുരാത്മാക്കളുണ്ട്. ദുരാത്മാക്കളെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ദുഷ്ടാത്മാക്കളും ദുരാത്മാക്കളും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ദുഷ്ടാത്മാക്കളെയും ദുരാത്മാക്കളെയും ഒന്നും നമ്മൾ അനുസരിച്ച് നടന്നിട്ടില്ല. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. അടുത്ത വാക്യം, ഈ ലോകത്തിന്റെ കാലഗതിയെ, അല്ലെ? അങ്ങനെ വാക്കില്ലേ? ഈ ലോകത്തിന്റെ കാലഗതിയെ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അപ്പൊ ആരെയൊക്കെ അനുസരിച്ചെന്ന് പറയും? ഒന്ന്, ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരിക്കുക. ഈ കാലഗതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കാലം എന്ന് പറയുന്നത് സമയമാണ്. ആണോ?
സമയം തീരുമാനിക്കുന്ന ആരാന്നറിയോ? സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഒക്കെയാണ്. സൂര്യന് ചുറ്റും ഭൂമി എന്ന് പറയുന്ന ഈ ഗ്രഹം കറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? സമയങ്ങളുണ്ടാകുന്നത്, രാത്രിയും പകലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ലോകത്തിന്റെ കാലഗതി എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രഗോളങ്ങളുടെ ക്രമീകരണമാണ് ലോകത്തിന്റെ കാലത്തെ തീരുമാനിക്കുന്നതും സമയത്തെ തീരുമാനിക്കുന്നതും ഒക്കെ. അപ്പൊ ആ കാലഗതി അങ്ങനെയാണെങ്കിൽ ഈ നക്ഷത്രങ്ങൾക്കും ഈ സൂര്യനും ഒക്കെ ഭൂമിമേൽ സ്വാധീനമുണ്ടോ? ഉണ്ടെന്ന് ഇയ്യോബിന്റെ ലേഖനം പറയുന്നുണ്ട്. കാർത്തികയ്ക്കും മകയിരത്തിനും ഭൂമിമേൽ സ്വാധീനമില്ലയോ? ഈ നക്ഷത്രങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ നിന്ന ഒരു കൂട്ടരാണ് രക്ഷകൻ പിറന്ന വിവരം അറിയുന്നത്. എവിടെ? ദാവീദിന്റെ പട്ടണത്തിൽ യഹൂദന്മാരുടെ രാജാവായി ഒരുത്തൻ പിറന്നിട്ടുണ്ടെന്ന് ഇവിടെ നിന്നോണ്ട് ആളുകൾ മനസ്സിലാക്കിയത് അവിടുന്ന് ആരും ഇങ്ങോട്ട് വന്ന് പ്രവചിച്ചിട്ടല്ല, അവർ നക്ഷത്രങ്ങളുടെ സഹായത്താൽ അത് മനസ്സിലാക്കിയത്. എന്നിട്ടാണ് അവരങ്ങോട്ട് പോയത്, അല്ലേ? ശാസ്ത്രവും പറയുന്നു ഇതിന് ശക്തിയുണ്ട്, ഭൂമിമേൽ അതിന് ശക്തിയുണ്ട്. നമ്മൾ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? അമാവാസിയും പൗർണമിയും ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഈ അമാവാസിയിലും പൗർണമിയിലും ഒക്കെ ഭൂമിക്കും ചില ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വേലിയേറ്റവും വേലിയിറക്കവും സൂര്യന്റെ ഗ്രഹത്തിന്റെ ഒക്കെ അതിന്റെ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിലെ വെള്ളം പോലും, കടലിലെ വെള്ളം പോലും എന്ത് ചെയ്യുക? പൊങ്ങുന്നു, താഴുന്നു. ഇത് ശാസ്ത്രം പോലും സമ്മതിക്കുന്നു. അപ്പൊ ഇങ്ങനെ നക്ഷത്രങ്ങളുടെ പല ക്രമീകരണങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു പണ്ട് നിങ്ങൾ. നമ്മള് മുമ്പേ പറഞ്ഞ പോലെ സാക്ഷ്യം പറഞ്ഞപ്പോ പറഞ്ഞു കേട്ടില്ലേ? കരിയാപ്പ് നട്ടത് നാരകവും കരിയാപ്പും വീട്ടിൽ നടരുത്. നട്ടാ നടുന്ന ആളെന്ത് ചെയ്യും? മരിക്കും. അപ്പൊ ഈ മരിച്ചത് മുഴുവൻ നട്ടതിന്റെ പേര് മരിച്ചതാണ്. എന്റെ പൊന്നു ചങ്ങാതി, നട്ടാലും നട്ടില്ലേലും എന്ത് ചെയ്യും? മരിക്കും. മരിക്കാതിരിക്കാൻ വേണ്ടി കരിയാപ്പും നടത്തില്ല, നാരകവും നടത്താതിരിക്കുക. പിറ്റേ ദിവസം കേട്ട് വണ്ടി അടിച്ച് എത്തുവരും. അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഇതിന്റെ പുറകെ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. എന്നാൽ ശരിയായ വിശ്വാസങ്ങളുണ്ട്. മുമ്പേ പറഞ്ഞ വേലിയേറ്റവും വേലിയിറക്കവും നക്ഷത്രവും ജ്യോതിഷവും ഒക്കെ ഉണ്ട്. ഈ ജ്യോതിഷങ്ങളുടെ സമയം നിശ്ചയിച്ചിട്ട് ആളുകളുടെ ജാതകം വരെ എഴുതി വെക്കുന്ന ഒരു ക്രമീകരണം നടക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്, അല്ലെ? ഒരു കാലത്ത് നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലയോ? ചില കാര്യങ്ങളൊന്നും ശനിയാഴ്ച ദിവസം കൊള്ളത്തില്ല. ശനിയുടെ അപഹാരം ഭയങ്കരമാണ്. ശനിയാഴ്ച ദിവസം ഒന്നും പുതുതായിട്ട് എന്ത് ചെയ്യില്ല. രാഹു ഇതൊക്കെ നോക്കാറില്ലേ? എന്തിനാ പെന്തക്കോസുകാർ വരെ നോക്കാറില്ലേ? ഉണ്ടെന്നേ. പാസ്റ്റർ വരാൻ താമസിച്ചു, ഒരു 10 മിനിറ്റോടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന്. പാസ്റ്റർ താമസിക്കുന്ന പലപ്പോഴും എന്തിനാണെന്നറിയോ? ഈ സമയം ഒന്ന് ഒത്തു വരാനായിട്ടാ. എന്നിട്ട് വീട്ടിലെ കയറി താമസം വയ്ക്കുമ്പോൾ പാല് കാച്ചി എന്ത് ചെയ്യണം? അടുപ്പിനകത്തൊന്ന് തൂകണം. പെരവാസ്തോലി എന്നാണ് നമ്മൾ പോലും പറയുന്നത്. വാസ്തോലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. അവിടെ വാസ്തുബലി എന്നാ. വാസ്തുദേവനെ അദ്ദേഹം ആ ഭാഗത്തോട്ട് പോകുന്നില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ലോകത്തുള്ളത്. അപ്പൊ അങ്ങനെ ഈ ലോകത്തിന്റെ കാലഗതിക്കും തീരുമാനങ്ങൾക്കും നിയമങ്ങൾക്കും ഒക്കെ വിധേയപ്പെട്ടാണ് ഒരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്തിരുന്നത്? ജീവിച്ചിരുന്നത്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് തിരുവഴുത്തി പറയുന്ന പ്രയോഗമാണ് മരിച്ചവർ. നിങ്ങൾ മരിച്ചവരായിരുന്നു എന്ന് പറയാൻ കാര്യം നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു പോരുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്? മരിച്ചവരെന്ന് പറയുന്നത്. അപ്പൊ മരിച്ചവരെ മനസ്സിലായല്ലോ. ഇതിനകത്ത് മരിച്ചവരുണ്ടോ? ഉണ്ടോ? നമ്മൾ അങ്ങനെ നോക്കാനൊന്നും പോകുന്നില്ല. എന്നാലും നാട്ടുകാരൊക്കെ പറയുമ്പോ അല്ലേ ഒരു ചെറിയ അതുകൊണ്ടാണോ വ്യാഴാഴ്ച കർത്താവിന്റെ ദോഷമാണ്. ഇന്ന് കൊള്ളാവോ? എനിക്കറിയത്തില്ല കൊള്ളാവോ ഇല്ലയോ. ഇന്ന് കൊള്ളാത്തതാണെങ്കിൽ നമ്മൾ ഇന്ന് വേണ്ട നാളെ മതി എന്ന് പറയും, ഇല്ലയോ? അങ്ങനെയൊക്കെയാ നമ്മുടെ രീതികൾ. നമ്മൾ പലരും ഈ ശാസ്ത്രങ്ങളെയൊക്കെ നോക്കി പിൻപറ്റുന്നവരാ. രാവിലെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴാണ്, ഒരു നല്ല വഴിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് പൂച്ച എന്ത് ചെയ്ത് ഉറുകച്ചാടിയത്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പല്ലി അലച്ചത് കണ്ടോ? സത്യം. ഇങ്ങനെയൊക്കെ പറയുന്ന സ്വഭാവങ്ങള് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. മുള കൊണ്ടുവന്ന് അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, ചില വൃക്ഷങ്ങളൊക്കെ ചിലയിടത്തൊന്നും നടരുതെന്ന് പറഞ്ഞു. മുളയാണോ എന്തോ? വീടിന്റെ മുറ്റത്ത് അത് നടരുത്, അത് വീടിന്റെ മുറ്റത്ത് വെച്ച ദോഷമാ, വീടിന്റെ അവിടെ വെച്ച് മുളയാണോ അതോ ഏതോ, ഇങ്ങനെയൊക്കെ പറയുന്ന രീതികളുണ്ട് ഓരോരുത്തർക്ക്. നമ്മളും പലപ്പോഴും രഹസ്യമായി ഗൂഢമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മരിച്ചവരല്ല. പക്ഷേ മരിച്ചവരുടെ ഇടയിൽ പോയി എന്ത് ചെയ്യാന്നറിയോ? ഉറങ്ങുക. അത് രണ്ടാമത്തെ കൂട്ടർ. നമ്മളെ കർത്താവ് ഓൾറെഡി ജീവിപ്പിച്ചല്ലേ? മരിച്ചവരായിരുന്നു നിങ്ങളെ എന്ത് ചെയ്തു? അപ്പൊ മരിച്ചവരെ മനസ്സിലായല്ലോ. ഇനി ഉറങ്ങുന്നവരുടെ പ്രത്യേകത, ഈ ഉറങ്ങുന്നവരെ മരിച്ചവനെ കണ്ടാ അറിയാവും. കുറച്ച് ആളുകൾ മരിച്ചു കിടക്കുക, പക്ഷെ അതിനകത്ത് ഒരുത്തർ ഉറങ്ങുക. ഈ മരിച്ചു കിടക്കുന്ന ഏതാ ഉറങ്ങി കിടക്കുന്ന കണ്ടവര് മനസ്സിലാവോ? ഇല്ല, മനസ്സിലാകത്തില്ല. ചത്ത് കിടക്കുന്നവന്റെ കൂട്ട് തന്നെയായിരിക്കും ഇവനും കിടക്കുന്നത്, പക്ഷെ ഇവന്റെ ഉള്ളിലുണ്ടോണ്ട്
നമ്മൾ ഉറക്ക വിളിച്ചാൽ ഈ ചത്തവനൊന്നും എഴുന്നേക്കത്തില്ല, ഈ ഉറങ്ങിയവൻ എന്ത് ചെയ്യും? അപ്പൊ ഈ മരിച്ചവരുടെ ഇടയിൽ ചെന്നിട്ട് ഈ ദൈവവചനം അങ്ങോട്ട് പറഞ്ഞാൽ അതിനകത്ത് ഉറങ്ങുന്നവന്റെ ഉള്ളിൽ ഈ സാധനം കയറും, അവൻ ബോധമുള്ളവനാകും, അവൻ എഴുന്നേക്കും. അതാ പൗലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് എഫേസ്യ ലേഖനം തന്നെ 5-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വേദഭാഗം എന്ന് വെച്ചാൽ 6 മുതൽ 14 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം മുതൽ, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങൾ ശ്രദ്ധിക്കണം. 2-ാം വാക്യത്തിൽ നിങ്ങൾ ആരാന്നാ പറഞ്ഞത്? നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, നിങ്ങളെ അവിടെ എന്ത് ചെയ്തെന്നാ? ഉയർപ്പിച്ചതാ. പക്ഷെ 5-ാം അധ്യായം വരുമ്പോ പറയാണ്, വ്യർത്ഥവാക്കുകളാൽ ഉയർപ്പിക്കപ്പെട്ടവരെ നിങ്ങളെ ആരും ചതിക്കരുതേ. അപ്പൊ നമ്മുടെ അടുക്ക നിരന്തരം ഇങ്ങനെയുള്ള ആളുകൾ വരുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അത് വ്യർത്ഥവാക്കുകൾ, അർത്ഥമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ ബെടുക്കാക്കുന്നത് ചതിവ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. അടുത്തത്, ആ ദൈവകോപം അനുസരണം കേടെന്ന ഈ മരിച്ചവർക്ക് അനുസരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ അനുസരണക്കേടാരല്ലേ വരുന്നതെന്നറിയാവും? ഈ ജീവനുള്ളവരില്ല. അപ്പൊ ജീവനുള്ളവരിൽ അനുസരണക്കേട് വരുമ്പോ അവരുടെ മണ്ടയ്ക്ക് എന്നാ വരും? ദൈവത്തിന്റെ കോപം വരുന്നു. അടുത്തത്, ഈ വ്യർത്ഥവാക്കുകളാൽ ചതിക്കാൻ നടക്കുന്ന കുറെ പേരുണ്ട് കേട്ടോ. ലക്ഷണവും നാളും മുഹൂർത്തവും കാലഗതിയും സമയക്രമവും. മരിച്ചു കഴിഞ്ഞ് അടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു വിശ്വാസിയാ, ബോഡി കിഴക്കോട്ട് വയ്ക്കണോ തെക്കോട്ട് വയ്ക്കണോ വടക്കോട്ട് വയ്ക്കണോ എന്നുള്ള തർക്കത്തിലാണ് ഞങ്ങൾ ബോഡിയും പിടിച്ചോണ്ട് നിൽക്കുക. അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞ് തല അങ്ങോട്ട് പോട്ടെ, വേറൊരു കൂട്ടർ പറഞ്ഞു തല ഇങ്ങോട്ട് പോട്ടെ. ബോഡിയുടെ അറ്റത്ത് പിടിച്ചോണ്ട് നിൽക്കുകയാണ്, ഇത് എങ്ങോട്ട് ഇത് പോട്ടെ. മിക്ക പെന്തക്കോസ് വീട്ടിലും ഈ സംഗതി രംഗം കാണും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ മറ്റുള്ളവരുടെ കാര്യം പറയുന്നില്ല, കാരണം അവർ മരിച്ചവരാണല്ലോ, അവർക്ക് ആ കാലഗതിക്ക് അനുസരിച്ച് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഉയർപ്പിക്കപ്പെട്ടവനെന്ന് പറയുന്നവൻ, യേശുക്രിസ്തുവിനാൽ വീണ്ടും ജനിക്കപ്പെട്ടവനെന്ന് അവകാശം പറയുന്നവൻ, എന്തിനേറെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷകളെ ഇങ്ങനെ നിറഞ്ഞ് കത്തി ജ്വലിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ മരണ വീട്ടിൽ നിങ്ങൾ പോകുമ്പോൾ സൈലന്റ് ആയിട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ബോഡി എടുത്ത് നേരത്തെ പോകണം കേട്ടോ. ബോഡിയെ കൊണ്ടുവച്ച് അടക്കാൻ നേരത്തെ പോയി അങ്ങോട്ട് കാണിച്ച് തല കാണിച്ച് പോരല്ലേ. ഈ ബോഡി കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഒരു വരവുണ്ടല്ലോ, ആ സമയത്ത് പോകണം. അന്നേരം കാണാം ഈ കിളിത്തട്ട് കളി. തെക്കോട്ട് വെക്കണോ വടക്കോട്ട് വെക്കണോ കിഴക്കോട്ട് വെക്കണോ? മനസ്സിലാകുന്നുണ്ടോ വല്ലോ? ഇങ്ങനെയുള്ള ചില വ്യർത്ഥ വാക്ക് പറയുന്നവരുടെ വാക്കിനാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചതിക്കപ്പെടുന്നത്. കിഴക്കോട്ട് വെച്ചാലും കൊള്ളാം, തെക്കോട്ട് വെച്ചാലും കൊള്ളാം, ഇനി കുത്തി ഇരുത്തിയാലും കൊള്ളാം. കുത്തി ഇരുത്തിയാൽ പിന്നെ തെക്കും കിഴക്കും വടക്കും ഇല്ലല്ലോ, മേളോട്ടല്ലേ. എങ്ങനെ ഇരുത്തിയാലും ഈ പുള്ളി എന്ത് ചെയ്യത്തില്ല, ഈ ശരീരം എന്ത് ചെയ്യത്തില്ല. ഈ ശരീരം ദ്രവിച്ചു പോത്തേ ഉള്ളൂ കേട്ടോ. ആണോ അല്ലയോ? ഈ ശരീരം അഴുകിപ്പോത്തേ ഉള്ളൂ. ഇന്നലെ ഒരു സഹോദരൻ എന്നോട്, ഞങ്ങളെ അച്ചായൻ മരിച്ചിട്ട് 4-ാമത്തെ ദിവസം ഞാൻ മെഡിക്കൽ എന്തോ കാര്യത്തിന് കല്ലറയ്ക്ക് ചെന്നപ്പോൾ എനിക്ക് തോന്നി കല്ലറ തുറന്നു നോക്കുന്നത്. കല്ലറ തോന്നു നോക്കി അച്ചായനോട് ഉണ്ടെന്ന്. ഇപ്പൊ ചെന്ന് നോക്കിയാലോ അച്ചായനോട് കാണും മണ്ണായിരിക്കും, ഒരു പിടി മണ്ണായിരിക്കും. ഈ ശരീരം എന്ത് ചെയ്യാൻ പോകുന്നില്ല. തെക്കോട്ട് തിരിച്ചതാണെങ്കിലും വടക്കോട്ട് തിരിച്ചതാണെങ്കിലും ഈ ശരീരമല്ല ഉയർക്കാൻ പോകുന്നത്. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നിന്നെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരുന്ന ശരീരം മറ്റൊന്നാ. ഏത് ശരീരമാണ്? വിൺ ശരീരം അല്ലേ? നമ്മൾ എങ്ങനെ ഇരിക്കുന്നറിയോ? ആ ശരീരം എങ്ങനെ ഇരിക്കുന്നറിയോ? കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവ് എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും ആ ശരീരം. അപ്പൊ നിങ്ങൾക്ക് എന്നെ കണ്ട മനസ്സിലാവും? മനസ്സിലാകുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. നരച്ച താടിയും നരച്ച മീശയും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ പലരും മരിച്ചവരെ കണ്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? മരിച്ചവരെ തിരിച്ചറിയോ? ഓരോരുത്തർ എങ്ങനെ തിരിച്ചറിയുന്നറിയോ? ഈ വല്യപ്പച്ചൻ വന്ന് ഞാൻ കണ്ടു അവിടെ നിൽക്കുന്നെന്ന്. ഇതൊക്കെ ആരോ പറഞ്ഞ കഥകളൊക്കെ തലയ്ക്കകത്ത് കിടക്കും. ഈ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒന്നും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. പക്ഷെ വരും, രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ വരുന്നൊരു സമയമുണ്ട്. അതുവരെ അവിടെ ഇരിക്കും, ഇങ്ങോട്ട് വിടത്തില്ലെന്ന് അബ്രഹാം പിതാവ് തന്നെ പറഞ്ഞായിട്ട് വേദോത്തത്തിൽ എഴുതിയിട്ടുണ്ട്. അബ്രഹാം പിതാവ് പറഞ്ഞിട്ടില്ലേ, ഇവിടെ വന്നവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, താഴോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ അബ്രഹാം പിതാവ് ഇതൊക്കെ പറഞ്ഞാലും ശരി, അബ്രഹാം പിതാവിന്റെ കൊച്ചുമക്കളാണെന്ന് അവകാശപ്പെടുന്ന, ഇതിന് ജ്ഞാനായക്കാരായ ഞങ്ങളൊക്കെ അവകാശപ്പെടുന്ന, ഞങ്ങളൊക്കെ അബ്രഹാം പിതാവിന്റെ ഡയറക്റ്റ് ബ്ലഡിൽ നിന്ന് വന്നവരൊക്കെയാണെന്ന് പറഞ്ഞത്, റോയൽ ബ്ലഡ് ആണെന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ, സന്തോഷം, നല്ല കാര്യം. ബാക്കിയുള്ളവർ പിന്നെ വേറെ കണ്ടു തോന്നുകയാണ്. അബ്രഹാമിനെ ജനിപ്പിച്ചവന്റെ ബ്ലഡിൽ നിന്നല്ലേ ബാക്കിയുള്ളവരും വന്നത്. അബ്രഹാം ആരുടെ ബ്ലഡിൽ നിന്നാ വന്നേ? ആണേ, ആദാമിന്റെ ബ്ലഡിൽ നിന്നാണ് അബ്രഹാം വന്നേ. ഇപ്പൊ മറ്റുള്ളവർ പിന്നെ വേറെ കണ്ടുന്നതാണ്. എല്ലാവരും ഈ അബ്രഹാം ഒരുവനിൽ നിന്നാണ് സകല മനുഷ്യരും അല്ലേ? അപ്പൊ അബ്രഹാമിൽ നിന്ന് ജനിച്ചിട്ട് ഈ അവകാശം പറയുന്നവർ പോലും ഇപ്പൊ എന്നാ പറയുന്നത് അറിയാവോ? വല്യപ്പച്ചൻ കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നാ. ചാകാൻ കിടക്കുന്ന സമയത്തും അമ്മച്ചി കാണുന്ന ആരെയാ? വല്യപ്പച്ചൻ വന്ന് നിൽക്കുന്നു. അങ്ങനെയാണ് വേദോസം മുഴുവൻ കള്ളമല്ലേ? പഠിച്ചത് മുഴുവൻ
അവത്ത് ഇങ്ങനെ വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്, ചതിക്കരുത്. അങ്ങോട്ട് വായിച്ചേ. അടുത്തത്, നിങ്ങൾ അങ്ങനെ പറയുന്നവരുടെ കൂട്ടാളികളായി അതിനെ ആമീൻ പറയാൻ നിൽക്കല്ലേ. അതിന് കേട്ടോളെ, നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു. ഇത് തന്നെയാണ് നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ പഠിക്കുന്നത്. ഇരുട്ടിലുള്ളവരും വെളിച്ചത്തിലുള്ളവരും തമ്മിലുള്ള പ്രത്യേകത പഠിക്കുന്നത്. ഇരുട്ടിലുള്ളവർ എപ്പോഴും ഉറക്കമായിരിക്കും, ഇരുട്ടിലുള്ളവർ മദ്യപിക്കും അല്ലെ, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കും. ഇവിടെ എഫേസ്യ ലേഖനത്തിലെ വാക്യം തന്നെ വായിച്ചു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട്. അപ്പൊ വെളിച്ചത്തിലുള്ളവർക്ക് എപ്പോഴും പരിശോധന ഏതാ? കർത്താവിന് വീട് വെച്ച് കയറി താമസിക്കുമ്പോ അടുക്കള കിഴക്ക് വേണോ തെക്ക് വേണോ, അത് ഏതായിരിക്കും നല്ലതെന്ന് പരിശോധിക്കുന്നത് അഗ്നിദേവന്റെ തത്വജ്ഞാനം നോക്കിയല്ല, അല്ലെങ്കിൽ വാസ്തുദേവന്റെ ക്രമീകരണം നോക്കിയല്ല. നിങ്ങൾ ആരുടെ പ്രസാദമാണ് അന്വേഷിക്കേണ്ടത്? കർത്താവിന് പ്രസാദകരമാണ്. ഞാനീ വെക്കുന്നത് കർത്താവിന് പ്രസാദകരമാണ്. ഞാനീ നടക്കുന്നത്, ഞാനീ എടുക്കുന്നത്, ഞാനീ പ്രവർത്തിക്കുന്നതൊക്കെ കർത്താവിന് പ്രസാദകരമാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി ആര്? ഈ അതിക്രമങ്ങളാലും പാപങ്ങളെന്നും ഉയർപ്പിക്കപ്പെട്ടവരോടാണ് ഈ ദൂത്. വായിച്ചു 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 വായിച്ചു. അടുത്തത്, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളുമായി വരുന്നവർക്ക് നിങ്ങൾ ആമീൻ പറഞ്ഞ് കഥ കേട്ടോണ്ടിരിക്കാൻ നിൽക്കല്. അതിന് എന്ത് ചെയ്യണം? ശാസിക്കുക എന്നൊക്കെ പെന്തക്കോസ്ത് ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശാസിക്കുക എന്ന് പറയുന്ന കാര്യത്തിന് അവര് കൊടുക്കുന്ന വ്യാഖ്യാനം അതിന് എന്ന് പറഞ്ഞ് ആട്ടുക. ആട്ടലല്ല ശാസനം കേട്ടോ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ, അതല്ല ശാസന. ശാസന എന്ന് പറഞ്ഞെ ശാസിച്ചിട്ടുണ്ടോ? എസ്തേറെ ആരെങ്കിലും അമ്മ ശാസിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു അമ്മ ശാസിച്ചേ? പോയിന്നാണോ പറഞ്ഞേ? പിന്നെ എങ്ങനെ പറഞ്ഞേ? ഇപ്പോൾ പെന്തക്കോസ്തുകാരോട് ശാസിക്കാൻ പറഞ്ഞാൽ അവർക്കറിയാവുന്ന ശാസന ഇതാ. ശാസിക്കുക അങ്ങനല്ല. ശാസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പൗലോസ് ശാസിച്ചിട്ടുണ്ട്, കർത്താവ് ശാസിച്ചിട്ടുണ്ട്. ചെയ്ത തെറ്റ് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന തെറ്റായ പ്രവണതകളെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച് ഇത് തെറ്റാണ്, അത് നീ തിരുത്തണം എന്ന് പറയുന്നതിനെയാണ് എന്ത്? ശാസന എന്ന് പറയുന്നത്. അല്ല പേടിപ്പിതല്ല ശാസന. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? ഈ അരുതാത്തത് പറഞ്ഞുകൊണ്ട് വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ? ശാസിക്കണമെന്ന്. മേലാന്റെ വീട്ടിൽ കയറിയൊക്കെ പറഞ്ഞ് ആട്ടി ഓടിക്കാനല്ല, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിനെ ആ ശാസന എന്ന് പറയുന്നത്. തർജനം, ശാസന, ഇതെല്ലാം ദൈവജനത്തിലുള്ളത്. വായിച്ചാട്ട് വായിച്ചു. പല വിശ്വാസികളും ഗൂഢമായി പറയുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. അപ്പൊ കാര്യങ്ങൾ ശാസിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. ഗൂഢമായി ചെയ്യുന്നത് ആരും അറിയാതെ അവർ ചെയ്ത കാര്യം അവർക്ക് മനസ്സിലാവും. ശാസിക്കുക, നീ തിരുവേദനം വെച്ച് ശാസിക്കുക. അടുത്തത്, നമ്മളെ വിഷയം അതല്ലാത്തോണ്ട് ഞാനത് ഓടി ഓടി അങ്ങ് പോകുന്നത്. അടുത്തത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവർ. അപ്പൊ ഈ ഉറങ്ങുന്നവൻ എവിടെ പോയി കിടക്കുന്നേ? അപ്പൊ ഈ ഉറങ്ങുന്നവനും മരിച്ചവരെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? ഏതാണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ആളുകളുടെ സ്ഥിതി ഇതാ. കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ആകപ്പാടെ 5-6 വിശ്വാസികളെ ഈ ദേശത്തുള്ളൂ. പക്ഷെ ആ വിശ്വാസികൾ ഏതാണെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തെങ്കിലേ നാട്ടുകാർക്ക് അറിയത്തുള്ളൂ ബന്ധിക്കോസുകാരാണ്. അല്ലെങ്കിൽ പിന്നെ മേത്ത് കമ്മലും മാലയും ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ബന്ധിക്കോസുകാരാണെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ കമ്മലും മാലയും ഇല്ല എന്ന കാരണത്താൽ ബന്ധിക്കോസുകാരാണെന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാ. കാരണം PRDS പോകുന്നവരും എന്ത് ചെയ്തില്ല അറിയാം, കമ്മലും മാല ഇടത്തില്ല. അപ്പൊ പിന്നെ നമ്മളെ എങ്ങനെ അവർ തിരിച്ചറിയും? നമുക്ക് ആകെ നമ്മളെ നാട്ടുകാരെ ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്താൻ ഉണ്ടായിരുന്ന ഒരു വഴി ഇതായിരുന്നു. എന്തുവാ? കമ്മലുമാല് ഊരുക. ഇപ്പൊ അവർ വിടുന്നില്ല. അമൃതാനന്ദവയുടെ അവിടെ പോകുന്നവരും എന്ത് ചെയ്തില്ല, വിടുന്നത്. അപ്പൊ ഞാൻ അമൃതാനന്ദവയുടെ അവിടെ ആണോ പോകുന്നത്, യേശുക്രിസ്തുവിന്റെ അടുക്കലാണോ പോകുന്നത്, എങ്ങനെയാണ് നാട്ടുകാരെ ബോധ്യപ്പെടുന്നത്? ആണുങ്ങളുടെ പ്രശ്നം ഇതായിരുന്നു. ആണുങ്ങളുടെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് മീശ പഠിച്ചത് ഞാൻ ബന്ധിക്കോസിലായിരുന്നു നാട്ടുകാരെ ബോധ്യപ്പെടുന്നത്. അപ്പൊ മീശൻ താടിയൊക്കെ പഠിച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ഞാൻ മീശോ. കുറച്ച് കഴിഞ്ഞപ്പോൾ താണ്ടാ മീശൻ താടിയും പഠിച്ച നല്ല സുമുഖന്മാരായ പിള്ളേർ വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ഒക്കെ ഇട്ടുണ്ട് ടൗണിൽ കൂടെ നടന്നു പോകുന്നു, തിരുവല്ല ടൗണിൽ കൂടെ. ഇതെന്നാ കാര്യം? ഇവിടെ കണ്ട് ബൈബിൾ കോളേജ് തുടങ്ങി. പിന്നെ അറിഞ്ഞത് അവിടെ ഏതോ വലിയൊരു ഹോട്ടലിലെയോ സ്ഥാപനത്തിലെയോ ജോലിക്കാരെ തുണിക്കടയിലെ സ്റ്റാഫുകളാണ്. ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വെള്ള ഷർട്ടും ഒക്കെ ഇട്ട്. ഞാനും അവരുടെ കൂട്ടത്തിൽ നിന്ന് പാസ്റ്ററാണോ കടയിലെ സ്റ്റാഫാണോ? ഇപ്പൊ പിന്നെ പാസ്റ്റർമാർ കുറച്ചുകൂടെ മാറ്റം വരുത്തി. പക്ഷെ മാറ്റം വരുത്തിയപ്പോൾ അവർ ചെയ്തെന്ന് അറിയോ? ഈ വെള്ളയുടുപ്പിന്റെ മണ്ടയ്ക്ക് ഒരു പെറ്റിക്കോട്ട് കൊണ്ട് സാധനം വേറെ ഇടും, ഇങ്ങനെ പകുതി കൈയുള്ള. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉടുപ്പിന്റെ മണ്ടയ്ക്ക് പണ്ട് ചാച്ചാ നെഹ്റു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ പാസ്റ്റർമാർക്ക് ഒരു ഐഡന്റിറ്റി. അപ്പൊ വേഷം കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ
ഞാൻ അവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് കാണിക്കാൻ എന്തെല്ലാം വിക്രിയകളാണ് കാണിക്കുന്നത്. പക്ഷെ വല്ല പ്രയോജനമുണ്ടോ? കല്യാണത്തിന് സദ്യയൊക്കെ ഞാൻ അവിടെ കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടറാ വിളമ്പുന്ന മുഴുവൻ പാഷന്മാർ. വേറെ ആരും പാഷന്മാരല്ല, അത് വിളമ്പുകാർ പിള്ളേരാ. അയ്യോ, പാഷന്മാരല്ലേ ഇങ്ങനെ പകുതിക്കൈ ഇട്ടുകൊണ്ട് വന്ന് വിളമ്പുന്നേ? അയ്യോ അല്ല, ഇത് വിളമ്പുകാർ പിള്ളേരാ. അപ്പൊ പാഷന്മാർക്ക് ഇനി അടുത്തത് തപ്പണം, വേറെ വേഷം വല്ലതും ധരിക്കണമെങ്കിൽ. വേഷം കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഐഡന്റിറ്റി ലോകം തിരിച്ചറിയേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കറുത്തത് കൊടുത്തോ വെളുത്തത് കൊടുത്തോ മീശ പഠിച്ചോ സ്വർണ്ണമിട്ടില്ല, ഇതുകൊണ്ടല്ല എന്നെ നിങ്ങൾ ലോകം തിരിച്ചറിയാൻ പോകുന്നത്. അങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങൾ സംതിങ് ആണെന്ന് തിരിച്ചറിയിച്ച് ജീവിക്കാൻ നിങ്ങൾ ശ്രമം നടത്തിയാൽ അമ്പേ പരാജയപ്പെടും. നിങ്ങളെ ലോകം തിരിച്ചറിയേണ്ടത് നിങ്ങൾ പ്രകാശിക്കണം. എന്ത്? നക്ഷത്രം പോലെ പ്രകാശിക്കണം. അത് പ്രകാശിക്കണമെങ്കിൽ നിങ്ങൾ ഈ വചനം എന്ത് ചെയ്യുന്നവരായിരിക്കണം? പ്രമാണിക്കുന്നവരായിരിക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഇത് പ്രമാണിക്കാത്തത് കൊണ്ട് നിങ്ങൾ ഏതാ മരിച്ചത് ഏതാന്ന് അറിയത്തില്ല, ജീവനുള്ളവരേതാ മരിച്ചത് ഏതാന്ന് അറിയാത്തൊരവസ്ഥ. ഒരിക്കൽ ട്രാൻസ്പോർട്ട് ബസ് കയറി ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ ഒരഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഒരു അമ്മ സീറ്റിന്റെ അടുക്ക വെച്ച് മോളെ ഇച്ചിരി അങ്ങോട്ടൊന്ന് നീങ്ങിയിരിക്കാവോ, ശകലം സലാം തരാമോ എന്നൊക്കെ ചോദിച്ചപ്പം ആ പെണ്ണ് അവിടെ മുന്നിലെങ്ങാനും പോയി നോക്ക്. അപ്പൊ എന്റെ അടുക്ക ഇരുന്നവൻ എന്നോട് പറയാ ബന്ധിക്കോസുകാരിയാ കണ്ടോ. ഞാൻ ചോദിച്ചു നിനക്ക് എങ്ങനെ മനസ്സിലായി അവള് ബന്ധിക്കോസുകാരി? ഈ സീറ്റല്ല തള്ളക്ക് ഇരിക്കാൻ തലം കൊടുക്കാതെ മുന്നോട്ടെങ്ങാനും പോയി നോക്കെന്ന് പറഞ്ഞ് ഓടിച്ച പെണ്ണ് ബന്ധിക്കോസുകാരിയാണ്. നിനക്ക് അവളെ അറിയാവോ? എനിക്ക് അവളെ അറിയത്തില്ല, അവളെ കണ്ടറിയത്തില്ല, കമ്പലും മാലയൊന്നും ഇല്ലെന്ന്. അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട് കേട്ടോ. പെന്തിക്കോസുകാരെ നാട്ടുകാർ കള്ളന്മാരെന്ന് വിളിക്കാൻ സഹായിക്കുന്ന സകല പ്രവൃത്തികളും കൃത്യമായി ചെയ്യാൻ അവർക്ക് പറ്റുന്നത് എന്തുകൊണ്ടെന്ന് ഈ വേഷം കൊണ്ട് തന്നെയാണ്. ഏത് നാട്ടിലും പോയിക്കോ, നിങ്ങൾ പെന്തക്കോസുകാരെ പറ്റി ലോകരോടൊന്ന് സംസാരിച്ചു നോക്കി, ലോകർ പെട്ടെന്ന് പെന്തക്കോസാണ് കള്ളന്മാരാ. ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ. ഇന്ന് വരെ പെന്തക്കോസുകാരാണ് നല്ലവരാ കേട്ടോ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പെന്തക്കോസുകാരാണെങ്കിൽ നല്ലവരാന്ന് ഇന്ന് വരെ ആരും പറഞ്ഞു കേട്ടില്ല. പെന്തക്കോസുകാരാണോ കള്ളന്മാരാ, ഉപദേശിയാണോ? ഉടായ്പിന്റെ ഉസ്താദായിരിക്കും. ഇങ്ങനെ പറയാമോ? ഒരിക്കൽ നമ്മുടെ പ്രസന്ന സഹോദരൻ ബസ്സേ കയറി രണ്ടുപേരും കൂടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ആരാണ്ട് ചോദിച്ചു എന്തുവാ ഇന്നെവിടാ പഠിക്കുവാന്ന്, ഇന്നെവിടാ കച്ചവടമെന്ന്. പിന്നെ മനസ്സിലായി പാഷന്മാർ തിരുവല്ല സ്റ്റാൻഡിൽ ചെന്നാ കാണാം ഞായറാഴ്ച ബൈബിളുമായിട്ട് നിൽക്കുക. തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ, കോട്ടയം ബസ്സേ കയറണോ കോളഞ്ചേരി ബസ്സേ കയറണോ എന്ന് പറഞ്ഞ് ഓടി നടക്കുക. കച്ചവടത്തിന് പോവാൻ, ഇന്നത്തെ രാവിലത്തെ ബിസിനസ്സിന് പോവാൻ. അങ്ങനെ ഞായറാഴ്ച രാവിലെ നമ്മുടെ തിരുവല്ലയിലൊക്കെ ഇങ്ങനെ ചുമ്മാതെ ബൈക്ക് ഓടിച്ച് നടന്ന ഇങ്ങനെ പോകുന്ന ഒത്തിരി പേരെ കാണുമ്പോഴേ നാട്ടുകാർ പറയുന്നത് എന്തെന്നറിയോ? ഓ, ഒരു ജ്യോതിസ് പോകുന്നു എന്നല്ല പറയുന്നത്, എവിടോ ആരെയോ പറ്റിച്ച് പുട്ടടിക്കാൻ പോകുന്നു എന്നാ. അങ്ങനെ ആക്ഷേപിക്കുക, പരിഹസിക്കുക. എന്തുകൊണ്ടാ? ജനത്തിന് അതാണ് നമ്മളിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. അവരുടെ കുറ്റമല്ല, ജനം നമ്മളിന്ന് കണ്ടിരിക്കുന്നത് അതേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നറിയാമോ? ഒറ്റയടിക്ക് കള്ളന്മാരെന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്. ഇതിന് മാറ്റം വരണമെങ്കിൽ പ്രിയപ്പെട്ടവർ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കണം. നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ. അപ്പൊ ഇതാദ്യം നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യണം. നമ്മൾ അങ്ങോട്ട് പരിചയപ്പെടുത്തേണ്ട, ലോകം നമ്മളെ പറ്റി പറയണം അവനിൽ ക്രിസ്തു വസിക്കുന്നു എന്ന് പറയാനുണ്ട്. പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങുക. 3 വിഭാഗക്കാരാണ് പൗലോസിന്റെ പഠനത്തിനകത്ത് മനുഷ്യവർഗത്തെ പൗലോസ് വേർതിരിച്ചിരിക്കുന്നു. 1 മരിച്ചവർ, 2 ഉറങ്ങുന്നവർ, 3 ഉണർന്നിരിക്കുന്നവർ. ഇതിൽ ഉണർന്നിരിക്കുന്നവരെ കുറിച്ചും ഉറങ്ങുന്നവരെ കുറിച്ചുമാണ് തെസലോനിക്ക ലേഖനത്തിൽ നമ്മൾ പഠിച്ചു വരുന്നത്. ഈ ഉറങ്ങുന്നവരെ കുറിച്ചുള്ള വിഷയം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഉണർന്നിരിക്കുന്നവന്റെ പ്രത്യേകതയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ പറഞ്ഞ വാക്കാണ് നമ്മുടെ കുറിവാക്യം, അല്ലെങ്കിൽ പഠനത്തിനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന വാക്യം. എന്താണ് ഇന്ന് എടുത്തിരിക്കുന്ന വാക്യം? ഏതാണ്? 8ാമത്തെ വാക്യം. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. അപ്പൊ പകലിനുള്ളവർ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ ധരിക്കണം, കവചമായി ധരിക്കണം. കവചമായി ധരിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കണം? ബോധം കെട്ട് ഉറങ്ങുന്നവനല്ല, ഉണർന്ന് സുബോധമുള്ളവനായിരിക്കണം. അപ്പൊ ഈ കവചം ധരിച്ചെങ്കിലേ എന്തുണ്ടാകത്തുള്ളൂ എന്നറിയാമോ? കവചം എന്തിനുള്ളതാണെന്നറിയാമോ? കവചം എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? പ്രൊട്ടക്ട് ചെയ്യുക, അല്ലേ? അപ്പൊ ഈ കവചം ഇല്ലെങ്കിലോ ഈ പറയുന്ന സകല വഴിതെറ്റീർ ഉപദേശിക്കളും വന്നിട്ട് നിങ്ങളെ എന്ത് ചെയ്തെന്ന് അറിയാവോ? മരിച്ചതിനൊക്കുവോ ജീവിക്കൽ എന്ന് പറയുന്ന അവസ്ഥയിൽ കൊണ്ടാക്കി തീർക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സദാ എന്ത് ധരിക്കണം? സ്നേഹം, വിശ്വാസം, ഇത് കവചമായി, ശിരസ്ത്രമായി, രക്ഷയുടെ പ്രത്യാശയും ധരിക്കണം. ഈ ധരിക്കുക എന്നുള്ള വാക്ക് ഞാൻ ഇങ്ങനെ പരിശോധിക്കുകയായിരുന്നു. വേദപുസ്തകത്തിൽ നമുക്ക് പഴയ നിയമത്തിലും ഇതേ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയേ. ആവർത്തന പുസ്തകം 8ാം അധ്യായത്തിന്റെ 4ാമത്തെ വാക്യം പോലും വായിച്ചു.
സോറി 6-ാം അധ്യായത്തിന്റെ 4 മുതൽ. ആവർത്തന പുസ്തകം 6-ന്റെ 4 മുതൽ. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ശ്രദ്ധിച്ചു കേട്ടോണേ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി എങ്ങനെ? ഇത് ഞാൻ വേദോസ്തവത്തിൽ മാത്രമേ ഇങ്ങനെ വായിച്ചു കണ്ടിട്ടുള്ളൂ. കേട്ടിട്ടുള്ളത് മുഴുവൻ വേറെയാ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത് മുഴുവൻ. ഈ ആരാധിക്കാൻ എളുപ്പമായിട്ട് അതും വളരെ തന്ത്രപരമായ ഒരു പരിപാടിയാ. ആരാധിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പൂർണ്ണ ശക്തിയോടെ എന്ത് ചെയ്യാം? ആരാധിക്കരുതോ? പൂർണ്ണ ശക്തി ആരാധിക്കുക എന്ന് പറയുന്നത് എന്താണ്? ആരാധിക്കാനും പറ്റത്തില്ല. പക്ഷെ ആരാധിക്കുക എന്ന് പറയുന്നതിന് എന്താ നിർവചനം? തമ്പേരടിക്കുക, പാട്ട് പാടുക, തുള്ളിച്ചാടുക, അന്യഭാഷ പറയുക, ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞ പാർട്ടിക്കാർ പറയുന്ന പോലെ യേശു ക്രിസ്തു സിന്ദാബാദ്, യേശു ക്രിസ്തു സിന്ദാബാദ്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഇങ്ങനെ താളാത്മകമായ നിലയിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ശക്തിയുള്ള ആരാധന. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലെന്നേ ചെയ്യാൻ പറ്റും. പറ്റത്തില്ലേ? നമ്മളിത് 5-6 പേര് നമ്മളത് ഇവിടെ പ്രാക്ടീസ് ചെയ്യാറില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പലരും നമ്മളെ കുറിച്ചുള്ള പരാതി എന്നാ? വചനമൊക്കെ ഉണ്ട്, പക്ഷെ ആരാധനയില്ല. ആരാധന വേണോ? ഇത് ജീവനില്ല. ജീവൻ വേണോ? ആരാധന വേണോ? നമുക്ക് ആരാധിക്കാമെന്ന്. ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളൊക്കെ ആരാധിച്ചിട്ടുള്ളവരല്ലേ? അത് ജെറിനോട് ചോദിക്കാമെങ്കിൽ ജെറും നമ്മുടെ ഇന്നത്തെ ഇത് മുഴുവൻ വീഡിയോയ്ക്ക് അത് പിടിക്കുന്നുണ്ട്. ജെറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ജെറും പറയും, നിങ്ങളൊക്കെ എന്താ ആരാധന, അങ്ങോട്ട് വാ. പണ്ട് ഏതോ പിള്ളേർ പറഞ്ഞില്ലേ, ഏതാണ്ട് കാണണമെങ്കിൽ തൃശ്ശിക്ക് വാടാന്ന്. തൃശ്ശൂർ എന്താ പ്രിൻസിപ്പൽ പറയുന്നത്? ഏതാണ്ട് ഇന്നേരെ കാണണമെങ്കിൽ തൃശ്ശിക്ക് വാടാതെ കണ്ട് പറഞ്ഞ പാട്ടില്ലേ, അത് പിള്ളേർ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആരാധന ആണെങ്കിൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്. ചുമ്മാതിരി സവാര. അവരാരാധിക്കുന്നതിനെക്കാട്ട് സൂപ്പറായിട്ട് ആരാധിക്കാൻ നമുക്കറിയാം. നിങ്ങളുടെ നിർവചന പ്രകാരമാണ് ഉള്ള ആരാധനയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഓക്കെയാ. നന്നായിട്ട് തമ്പരടിക്കുന്നുണ്ട് പാർസൺ ഭാഷ. ഒരു തായ്ട്രം അടിക്കാൻ ഒരുത്തിനെ കൂടെ ഒന്ന് കിട്ടിയാൽ പിന്നെ നമ്മൾ പൊളിക്കും. നല്ലൊരു കീബോർഡിസ്റ്റിനോട് കിട്ടിയാൽ പിന്നെ നമ്മൾ ചോദിക്കുകയും വേണ്ട, നമ്മൾ നല്ല തകർത്ത് ആരാധിക്കും. പക്ഷെ തിരുവഴുത്ത് പറയുന്ന ഒരു ആരാധനയുണ്ട്. ആ ആരാധനയെ ആരാധിക്കാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. അതേതാണെന്നറിയോ? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ആ ആരാധന ആരാധിക്കാൻ പറ്റിയിട്ടില്ല. അതിനുള്ള ശ്രമത്തില. അതാണ് ആരാധന. വേദപുസ്തകം, പുതിയ നിയമം, അപ്പസ്തോലന്മാർ പഠിപ്പിക്കുന്ന ആരാധന അതാണ്. അല്ലാതെ നൃത്തം ചവിട്ടാൻ പറ്റിയില്ല, പക്ഷെ അവർ ആരാധിച്ചു. കാലാമത്തിലിട്ടിരിക്കുകയാണെന്നാ പറഞ്ഞത്. കാലാമത്തിൽ കിടന്നാലും ആരാധന ഇതാണ്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള സഹോദരങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗദിയിലൊക്കെ അവർക്ക് ആരാധിക്കാൻ അവർ ശീലിച്ചിരിക്കുന്ന ആരാധന ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആരാധിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? എയർ ഹോൾ കംപ്ലീറ്റ് അങ്ങ് അടയ്ക്കും മുറിയുടെ. കാരണം ശബ്ദം പുറത്തോട്ട് വന്നാൽ പോലീസുകാർ പിടിച്ചിട്ടു. അങ്ങനെയൊക്കെ അവർ ആരാധിക്കുന്നത്. എയർ ടൈറ്റ് ആക്കും, എയർ പ്രൂഫ് എന്നൊക്കെ പറയുന്നത്. അയ്യോ സഹോദര, എയർ പ്രൂഫ് ആക്കിയിട്ട് നടത്തുന്ന പരിപാടിയല്ല ആരാധന. എയറിൽ ചെയ്യുന്നതാണ് ആരാധന. അത് ശബ്ദം കൊണ്ട് നടത്തുന്നതല്ല, ശരീരം കൊണ്ട്, ജീവിതം കൊണ്ട് ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധമായ യാഗമായി ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാക്കി തീർക്കുന്നതാണ് ആരാധന എന്ന് റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോൾ പറയുന്ന ഭാഗത്ത് വായിച്ചിരിക്കുന്നത് ആരാധനയെ കുറിച്ചല്ല, മറിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ദൈവത്തെ സ്നേഹിക്കണം. അടുത്തത്, ഈ വചനങ്ങൾ ഹൃദയത്തിലിരിക്കണം. നിന്റെ മക്കൾക്ക് നീ ഇത് പറഞ്ഞു കൊടുക്കണം. ഏതാ പറഞ്ഞു കൊടുക്കണം? ആരാധിക്കാനല്ല, ആരാധിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, പാട്ട് പാടരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ പാടിക്കോ, നിങ്ങൾ നൃത്തം ചവിട്ടിക്കോ. എനിക്ക് നല്ല പാട്ടൊക്കെ കിട്ടിയാൽ ഞാനും നൃത്തം ചവിട്ടും. ചില സമയത്ത് ഞാൻ ഉറക്കെ ഹല്ലേലൂയ പറയും, അന്യഭാഷയും പറയും. പക്ഷെ അത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ അങ്ങനെ ഒരു ആത്മപ്രേരണ വന്നാൽ ഇതൊക്കെ ഞാൻ ചെയ്യും. നല്ല തമ്പേറും നല്ല താളവും ഒക്കെ ആണെങ്കിൽ എല്ലാം മറന്നുതുള്ളും, ഒരു സംശയം വേണ്ട. അത് ഈ ക്രിസ്തീയ പാട്ട് മാത്രമല്ല കേട്ടോ. ഇനി ബസ്സിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സിനിമാ പാട്ട് ബസ്സിനകത്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ആ പാട്ടിന്റെ താളത്തിനൊത്ത് ഞാനും ചിലപ്പോൾ ഇങ്ങനെ ആടും. പാട്ടിനൊരു താളമുണ്ട്, അത് നമ്മുടെ ഉപബോധ മനസ്സിനെ നിയന്ത്രിക്കുന്നതാ. ആണോ അല്ലയോ?
സിനിമാ പാട്ട് പാടുമ്പോൾ പാസ് താളം പിടിക്കോ? യോ, പാപം 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 പാപം. ഞാൻ എന്തോ ചെയ്യാനെ, പാട്ട് വരുമ്പോ എനിക്കറിയാതെ പ്രസന്ന സഹോദരനും കൂടി ഞാനും കൂടെ രാവിലെ കപ്പ പറിക്കാൻ പോകും. സഹോദരൻ വണ്ടിക്കകത്തിരുന്ന ഒന്നാന്തരം നാടൻ പാട്ട് പാടും. എനിക്ക് വലിയ ഇഷ്ടമായി നാടൻ പാട്ട്. ഞാൻ എന്റെ CD കാസറ്റ് വരെ ഉപയോഗിച്ചിട്ട് കേൾക്കും നാടൻ പാട്ട്. നമ്മുടെ കലാഭവൻ മണിയുടെയും അവരുടെയൊക്കെ പാട്ടിനൊരു താളമുണ്ട്. ചില പാട്ടിന് അർത്ഥമൊന്നുമില്ലെങ്കിലും ചില പാട്ടിന് നല്ല അർത്ഥമുണ്ട്. ആ അർത്ഥമൊന്നും ദോഷകരമായ അർത്ഥമല്ല, നല്ല അർത്ഥമാണ്. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്? എല്ലാ പാട്ടിനും എന്തുണ്ട്? പാട്ട് ആര് പാടിയാലും, എനിക്ക് പാട്ട് പാടാൻ കഴിവില്ലാത്തതുകൊണ്ട് പാട്ട് ആര് പാടിയാലും പാട്ടുകാരോട് വലിയ ഇഷ്ടമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ശരീരത്തിന്റെ താല്പര്യങ്ങളാണ്, ഇന്ദ്രിയങ്ങളുടെ ഉത്തേജനങ്ങളാണ് സംഗീതത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് മാത്രമേ അതുകൊണ്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞത്? നല്ല തമ്പേരടി, നല്ല പാട്ട്, മനോഹരമായ ഗീതങ്ങളൊക്കെ കേട്ടാൽ ആസ്വദിക്കുന്നത് ഞാനും നിങ്ങളുമാ, കർത്താവല്ല. ആണോ? നല്ല ഒന്നാന്തരമായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ആളുകൾ ഈ കൂട്ടായ്മയിൽ ഇരിക്കുക. അവര് പാടാതിരിക്കുക, ഞാൻ തന്നെ അങ്ങ് പാടുക. എന്റെ ഭാര്യയുടെ കണ്ണും മൂക്കും ഒക്കെ പോകുന്ന പോക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണമെന്നാണെങ്കിൽ എന്തായിരിക്കും അറിയോ? അവര് പാടട്ടെ, നിങ്ങൾ എന്ത് പാട്ട് പാടാൻ കഴിവുള്ള, കാരണം നല്ല ഒന്നാന്തരം പാട്ടുകാരുടെ പാട്ട് അവൾ ആസ്വദിച്ചിട്ടുണ്ട്. ചെണ്ടപ്പുറത്ത് കൊമ്പ് കമ്പിട്ട് ചിരട്ടപ്പുറത്ത് ഇട്ട് വലിക്കുന്നവരുള്ള പാട്ട് പാടുന്നവന്റെ പാട്ട് കേൾക്കുമ്പോ തന്നെ പാട്ട് ആസ്വദിക്കുന്നവന് താല്പര്യം വരുമോ? താല്പര്യം വരത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, അബദ്ധത്തിൽ പോലും പാടാൻ നിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ രാവും പകലും സാറാഫുകളുടെ മനോഹരമായ സംഗീതം കേട്ട് ആസ്വദിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ തമ്പേറടിച്ച് പാട്ടുപാടി കർത്താവിനെ സൂചിപ്പിക്കാമെന്ന് വല്ല തെറ്റിദ്ധാരണയും ഹൃദയത്തിലുണ്ടെങ്കിൽ താഴ്ത്തി വെച്ചേര്. നിന്നെക്കാട്ടി മനോഹരമായി പാടുന്നവർ എവിടെ ഉണ്ടെന്ന് അറിയാമോ? അവിടെ ഉണ്ട്. കർത്താവിന് ആ സംഗീതാസ്വാദനം അല്ല ആവശ്യം. കർത്താവ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നത് ഏതാണെന്നറിയാമോ? കർത്താവിന്റെ ഹിതത്തിനനുസരിച്ചു നീ നിന്നെ തന്നെ യാഗമാക്കി തീർക്കാൻ നടത്തുന്ന പരിശ്രമമുണ്ടല്ലോ, ആ പരിശ്രമത്തെയാണ് കർത്താവ് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് കർത്താവിന് അനുരൂപരാകാൻ, ലോകത്തോട് അനുരൂപപ്പെടാതെ കർത്താവിന് അനുരൂപരാകാൻ തക്കവണ്ണം നീ നടത്തുന്ന ശ്രമങ്ങളാണ് കർത്താവ് എന്തായി കണക്കാക്കുന്നത്? ആരാധനയെ. അപ്പൊ നമ്മുടെ വിഷയത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ആരെ സ്നേഹിക്കണം? ആരാധനയല്ല, സ്നേഹം. അതാണ് നമ്മൾ തെസലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം. നിങ്ങൾക്ക് കവചം ഏതായിരിക്കണം? വിശ്വാസവും സ്നേഹവും എന്ന കവചം ഉണ്ടാകണം. അത് രണ്ടും ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സുബോധത്തോടെ ഇരിക്കേണ്ടത്. വിശ്വാസത്തെ കുറിച്ച് കഴിഞ്ഞ 2-3 ഞായറാഴ്ചകളിലായി നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആ വിശ്വാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു. എന്താണ് വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് അംഗീകരിക്കുന്നതല്ല. ആ അംഗീകാരം നിന്നെക്കാട്ടി ശക്തമായിട്ട് അംഗീകരിക്കുന്ന ആളാണ് സാത്താൻ. വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊന്നാ. വിശ്വാസത്തിന് എന്തുണ്ടാകണം? പ്രവൃത്തി ഉണ്ടാകണം. സഹോദരന് മുട്ടുള്ളത് കാണുമ്പോൾ അല്ലെങ്കിൽ വിശന്നിരിക്കുന്നത് കാണുമ്പോ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ, പോയി വിശപ്പ് തീർത്തോ കേട്ടോ എന്ന് പറയുന്ന വിശ്വാസിയെ, ഈ വിശ്വാസമല്ല കർത്താവിന് വേണ്ടത്. അതല്ല കർത്താവിനുള്ള വിശ്വാസവും. നീ അവന് വേണ്ടി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവന്റെ വിശപ്പ് മാറ്റാൻ, അവന്റെ നഗ്നതയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ, അവന്റെ മുട്ടു തീർക്കാൻ, വാക്കുകൊണ്ടും നാക്കുകൊണ്ടുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ നീ അതിന് പരിഹാരകനായി മാറാൻ ശ്രമിക്കുന്നതാണ് കർത്താവിൽ നിനക്ക് വിശ്വാസമുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നത്. അതിന്റെ ഒരു ഉദാഹരണം യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു. വിശ്വാസത്താൽ അബ്രഹാം തന്റെ മകനെ എന്ത് ചെയ്തു? യാഗം കഴിച്ചു. അബ്രഹാമിന് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം എന്താണ്? അബ്രഹാമിന് ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം, ഈ കല്ലിൽ നിന്ന് മക്കളെ തരാൻ എന്റെ ദൈവത്തിന് കഴിയും. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കടൽ തീരത്തെ മണൽത്തരി പോലെ അവൻ എനിക്ക് സന്തതികളെ ജനിപ്പിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ തന്ന ഈ ഇസ്ഹാക്കിനെ വെച്ചോണ്ട് ഞാൻ ഇരിക്കണ്ട, ഇവനെ ചോദിച്ചാൽ കൊടുത്തേക്കാം, നാളെ അവൻ തരാൻ വിശ്വസനാ. പറഞ്ഞ മനസ്സിലായോ? ആണോ? കർത്താവ് നിങ്ങളോട് എന്താ വാക്ക് പറഞ്ഞിരിക്കുന്ന അറിയാമോ? ലാലി സഹോദരി, കർത്താവ് തന്നിരിക്കുന്ന ഓഫർ എന്താ? വിഷമിക്കേണ്ട സഹോദരി, സ്ഥിതിക്കൊക്കെ മാറ്റം വരുത്തും, ദൈവം നല്ലൊരു വീട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ വരും എന്ന് പറഞ്ഞായിരുന്നു. ആ, നന്നായി. ഇവിടെ എന്റെ അടുക്ക വന്ന് എത്ര പേര് പറഞ്ഞു, സഹോദര വിഷമിക്കേണ്ട, ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട് 4 നില കെട്ടിടം ദൈവം തരാൻ പോവാ. ഇങ്ങനെ പറയുന്ന മരിച്ച ഒരുപാട് എണ്ണങ്ങളുണ്ട് കേട്ടോ. അവന്മാരുടെ ഒക്കെ വാക്കിനകത്ത് നിങ്ങൾ പെടരുത്. കർത്താവ് എന്നോട് പറഞ്ഞ വാക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഓർക്കണേ. എന്നോട് പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെച്ചോടാ കുഞ്ഞെ. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാനിപ്പോ വായിച്ചു കേൾപ്പിക്കും. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ
മതി എന്ന് വെപ്പീൻ, അത് കർത്താവ് പറഞ്ഞ വാക്കാ. പട്ടിണി കിട്ടുന്നുണ്ടോ? ഇനി അഥവാ ഇട്ടാലും സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് കർത്താവ് എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. കൂട്ടാനൊന്നും ഇല്ലായിരുന്നു. 3-4 ദിവസമായിട്ട് വീട്ടിൽ മീൻ മേടിക്കാൻ മാർഗമൊന്നുമില്ല. അത് കർത്താവിന്റെ കുഴപ്പമില്ല. കൂട്ടാൻ കൂട്ടിയേ നീ ഉണ്ണു എന്ന് നിർബന്ധം കൊണ്ടാ. പറഞ്ഞ മനസ്സിലായോ? ഇന്ദ്രിയം ഇല്ലാത്തവന്റെ കുഴപ്പമാണ്. മീനുണ്ടേലേ പ്രസന്നം ഭാഷയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണമെങ്കിൽ മീൻ വേണമെന്ന് അല്ലേ? അവര് മീനുണ്ടേലേ കഴിക്കത്തുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മീനൊന്നും വേണം, മീനില്ലെങ്കിലും കഴിക്കാം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ ജയിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയത്തിന്, നാക്കിന് സുഖം കിട്ടാനും വായിക്ക് സുഖം കിട്ടാനും അല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രുചികരമായ മീൻ. അടുത്ത സമയത്ത് എന്റെ മോൾ ഒരു മുട്ടക്കറി വെച്ചു. അയ്യോ, ഇവിടെ വന്നിട്ട് ഞാനും എന്റെ ഭാര്യയും കൂടെ എത്ര തവണ ഇത് പറഞ്ഞു, എന്നോ ടേസ്റ്റ് ആയിരുന്നു കൊച്ചുണ്ടാക്കിയ മുട്ടക്കറിക്ക്, എന്നോ രസമായിരുന്നു. അത് ഇപ്പൊ ഓർമ്മയിലേ ഉള്ളൂ. ആ മുട്ടക്കറി എത്ര നേരം ആസ്വദിക്കാൻ പറ്റുന്നറിയാം. ഈ 2.5 ഇഞ്ച്, എത്ര ഇഞ്ച് നീളമുണ്ട് നാക്കിന്? 1.5-2 അളന്നിട്ടുണ്ടോ? ചിലര് പറയുന്ന ചില സ്ത്രീകളുടെ, എല്ലാ സ്ത്രീകളും, ചില സ്ത്രീകളുടെ നാക്കിന് നീളം കൂടുതലാണ്. ഇനി എത്ര നീളം കൂടിയാലും ഒരു 5 അടി 6 അടി നീളത്തിൽ കൊള്ളുന്ന നാക്കിന് നീളം വരുന്നത് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഈ വായിക്കാത്ത കിടക്കില്ല. ആ നാക്കിന്റെ മണ്ടയ്ക്ക് എത്ര നേരം നിങ്ങൾ ഈ മുട്ടക്കറി, രുചിയുള്ള മുട്ടക്കറി വെച്ചോണ്ടിരിക്കും? ഭയങ്കര രുചി മുട്ടക്കറിക്ക്. ബീഫ് വെച്ച സൂപ്പർ. ഓ, സുജയമ്മാമ വെച്ച മീന്റെ അച്ചാർ എന്നാ ടേസ്റ്റ് ആയിരുന്നു. ആണോ? എത്ര നേരം വെച്ചായിരുന്നു നാക്കേല്? ടേസ്റ്റ് കൂടുന്നുണ്ട്, 2 മണിക്കൂർ നാക്കാൽ ഇരിക്കണം വെച്ചോണ്ടിരിക്കുവോ? എത്ര ടേസ്റ്റ് ആണെങ്കിലും അത് അധികം നേരം ഈ നാക്കാൽ ഇരിക്കത്തില്ല. ചെറിയ നിമിഷത്തിലെ സുഖമായി കിട്ടത്തുള്ളൂ. ആ സുഖം കൂടുതൽ കിട്ടാൻ വെച്ചോണ്ടിരിക്കത്തുമില്ല. നമ്മള് അവനെ അങ്ങ് അകത്തോട്ട് തട്ടും. അകത്തോട്ട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ വല്ല രുചി അറിയൂ? ആകപ്പാടെ ഇതിന്റെ ടേസ്റ്റ് എത്ര സമയം ഈ നാക്കാൽ ഇരിക്കുന്ന നിമിഷം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആണോ? അതിനുവേണ്ടിയാ നമ്മൾ പിന്നെയും കിടന്ന് ആക്രാന്തം പിടിക്കുന്നത്. അതിനുവേണ്ടിയാ നമുക്ക് ചോറ് ഉണ്ണാതിരിക്കുന്നത്. ആ സുഖമുള്ള സാധനം കിട്ടാത്തതിന്റെ പേര് ചോറ് വേണ്ട, കൂട്ടാനൊന്നുമില്ല, എന്നാ കഴിക്കാൻ. ഇനി ഈ തരുന്ന സുഖത്തിനൊക്കെ തുപ്പിന്റെ അളവിച്ചിട്ട് കൂടിയാലോ? ഓരോറ്റ തട്ട വേണ്ട. അതിനൊന്നും കർത്താവ് ഉത്തരവാദിയല്ല. ഉള്ളതിൽ എന്ത് ചെയ്യണമെന്നാ അങ്ങനെ ഒരു വാക്യമുണ്ട്. അപ്പൊ കർത്താവിന്റെ മകനെ ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പിന്ന് മാത്രമല്ല, ഉള്ളതിൽ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. അപ്പൊ ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ ജയിച്ചു പോകണം നമുക്ക് കഴിയണം. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചു വരുന്നത് സ്നേഹത്തെ കുറിച്ചാണ്. സ്നേഹം, നമ്മൾ വിശ്വാസത്തെ കുറിച്ച് പഠിച്ചു. വിശ്വാസത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നത് ഭാഗമായിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. ഏതാണ്? കൂട്ടു സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ടാൽ അവന്റെ മുട്ട് തീർക്കാൻ നീ എന്ത് ചെയ്യണം? വിശക്കുന്നവന് നീ ആഹാരം കൊടുക്കണം, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കണം. അതിനെയാണ് കർത്താവ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ പ്രാർത്ഥിച്ചോ സഹോദര എന്ന് പറയുന്നതല്ല. അവനെ മുട്ടുണ്ടെങ്കിൽ അവന്റെ മുട്ടിന് വേണ്ടി നീ വന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നും അല്ല കർത്താവ് പറഞ്ഞു. ആണോ? ഓ, പ്രസന്നം ഭാഷയുടെ മോൻ പ്രിൻസ് ചെറുപ്പക്കാരനാ, നല്ലൊരു ഉടുപ്പില്ല, കുത്തിക്കെട്ടിയ ഒരു ഉടുപ്പുമായിട്ടാ കഴിഞ്ഞ ദിവസം വന്നത്. എല്ലാവരും കണ്ടു അവന്റെ ഉടുപ്പലോട്ട്. ആരും അവന്റെ ഉടുപ്പലോട്ടൊന്നും, അവൻ നല്ല മാന്യമായിട്ടാ വരുന്നത് കേട്ടോ. ഞാൻ ഉദാഹരണം പറഞ്ഞ കുത്തിക്കെട്ടിയ ഒരു ഉടുപ്പും കൊണ്ട് അവന് കഷ്ടമുണ്ട്. പാഷർക്ക് നല്ലൊരു ഡ്രസ്സില്ല, കഷ്ടമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ആ പ്രിൻസിന് നല്ലൊരു ഉടുപ്പ്, പാഷർക്ക് നല്ലൊരു മുണ്ട് അല്ലെങ്കിൽ പാന്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ മിടുക്കരാ അല്ലേ? ആണോ? പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞില്ല? പറഞ്ഞു. നഗ്നനെ കണ്ടാൽ അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, വിശന്നിരിക്കുന്നവനെ കണ്ടാൽ അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അങ്ങനെ കർത്താവ് പറഞ്ഞു? അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന മുഴുവൻ അതാ. നഗ്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കടബാധ്യത ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇവർക്കെല്ലാം വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം നമ്മൾ എന്ത് ചെയ്തില്ല. എന്നിട്ട് വന്നിരുന്നുണ്ട് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതെന്ന് പറയും തുള്ളുക. വേണ്ട, അതല്ല വിശ്വാസം. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശാലമായി പഠിച്ച, വീണ്ടും അതിലേക്ക് പോകുന്നില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ നഗ്നനെ കണ്ടാൽ എന്ത് ചെയ്യണം? ഉള്ളത് എടുത്തു കൊടുത്ത് അവനെ ഉടുപ്പിക്കണം. അവന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് മതി എന്റേത്. ഇനി അവനെ നന്നാക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ദരിദ്രനായി പോയാലോ? പോകട്ടെ. അതാണ് യേശു ക്രിസ്തുവിന്റെ മഹത്വം. അല്ല, മനസ്സിലായോ? അല്ല, മനസ്സിലാകുന്നുണ്ടോ? ചില കട്ടിയ ഇങ്ങനെ, ഇതാണ് കഠിനോപദേശം. ഇതൊക്കെ കേട്ട ആർക്കൊക്കെ ആരാധിക്കാൻ പറ്റുക? അവിടെ നമുക്ക് വിശ്വാസത്തിന്റെ കവചങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു. ഇതൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ നിൽക്കാൻ പറ്റൂ? തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന പോലെ കർത്താവിന്റെ വരവ് കള്ളൻ എന്ന പോലെ ആകാതെ. കള്ളൻ എന്ന പോലെ വരുന്നെങ്കിൽ ആർക്കാ? ഇരുട്ടിലുള്ളവർക്കാ.
നീ വെളിച്ചത്തിലുള്ളവനാണെങ്കിൽ നിനക്ക് കർത്താവ് കള്ളൻ എന്ന പോലെ ആയിരിക്കത്തില്ല വരുന്നതെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പല ബന്ധക്കോസുകാരും, അല്ല മിക്കവാറും എല്ലാ ബന്ധക്കോസുകാരും കള്ളൻ എന്ന പോലെ കർത്താവ് വരുമെന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് കള്ളനെ പോലെ തന്നെ വരും, നേഹത്ത നാഴികേറി വരും. കാര്യം അവൻ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന വിശ്വാസം കവചമായി ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുവാൻ പറഞ്ഞ ഭാഗം അവർ ചിന്തിക്കുന്നില്ല, ചിന്തിപ്പിക്കുന്നില്ല, പരിശീലിപ്പിക്കുന്നില്ല, സ്വയം പരിശീലിക്കുന്നുമില്ല. നമ്മളിവിടെ ശ്രമിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. നമുക്ക് കർത്താവ് കള്ളൻ എന്ന പോലെയല്ല, പകലിലുള്ളവരെന്ന പോലെ തന്നെ കർത്താവിനെ കണ്ടുകൊണ്ട് കർത്താവിന്റെ അടുക്കലേക്ക് പറക്കണം. അതിന് സുബോധമുള്ളവനായിട്ടിരിക്കണം എപ്പോഴും കർത്താവിന്റെ വരവെങ്കിലും. ആ സുബോധം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ധരിക്കണം? സ്നേഹമെന്ന കവചം ധരിക്കണം. ഇത് തന്നെ ഇന്നലെ തുടങ്ങിയതല്ല, ആവർത്തന പുസ്തകത്തിൽ അന്നേ പറഞ്ഞതാണ്. ഇത് എന്നോട് വായിച്ച ആവർത്തന പുസ്തകത്തിലെ വാക്യം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഇതാണ് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ഏതാണ്? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാണ് കൊടുക്കേണ്ടത്. നീ വീട്ടിലിരിക്കുമ്പോൾ, അപ്പൊ സദാസമയം സംസാരിക്കേണ്ടത് ദൈവം നമ്മളെ സ്നേഹിച്ച കാര്യത്തെ കുറിച്ചല്ല, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തെ കുറിച്ചാ. ഇത് പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഒട്ടുമിക്കവാറും ക്രൈസ്തവ പ്രഭാഷകരുടെ പ്രഭാഷണങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളത് കർത്താവിന് എന്നോടുള്ള സ്നേഹത്തെ കുറിച്ചാണ്. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, കർത്താവ് നിന്നെ കരുതുന്നു, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. തിരിച്ച് കർത്താവിനെ സ്നേഹിക്കണ എന്ന് പറയുന്ന പ്രഭാഷണം വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാ, നീ ഇരിക്കുമ്പോഴും എണ്ണിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം നിന്റെ പിള്ളേരോടും എന്താ പറയേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി എന്ത് ചെയ്യണമെന്നാ? കർത്താവിനെ സ്നേഹിക്കണ കുഞ്ഞെ, കർത്താവിനെ സ്നേഹിക്കണ. അത് പഠിപ്പിക്കാഞ്ഞോണ്ടാ ആരാണ്ട് സ്നേഹിക്കാൻ വന്നപ്പോ അവരുടെ കൂടെ കൊച്ചങ്ങ് പോയത്. ഇത് പഠിപ്പിച്ചിരുന്നെങ്കിലോ പൂർണ്ണ മനസ്സോടെ അവൾ ആരെ സ്നേഹിക്കത്തുള്ളായിരുന്നു? കർത്താവിനെ സ്നേഹിക്കത്തുള്ളായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യം വെച്ചു. ഇതൊന്ന് കേട്ടോണേ. അവയെ അടയാളമായി കൈമേൽ കെട്ടണം. അതെന്തിന്? ഈ ശരീരത്തിൽ ഇത് കെട്ടണമെന്ന്, കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കണം എന്ന് പറയുന്ന ഈ ഉപദേശം നിന്റെ കൈമേൽ കെട്ടണം. അതെന്തിനാ കൈമേൽ കെട്ടണേ? കൈ പൊക്കുമ്പോഴല്ല ഇത് കാണണം. പിന്നെ നിന്റെ രണ്ട് കണ്ണിന്റെ മധ്യ ഒരു പട്ടമായിരിക്കണം. എന്നുവെച്ചാൽ കണ്ണ് തുറന്ന് നിനക്കിതായിരിക്കണം കാണേണ്ടത്. കണ്ണിന്റെ മുമ്പിൽ ഇതൊരു പട്ടമായിട്ട് നിൽക്കണമെന്ന്. അടുത്ത് പട്ടം എന്നുള്ള വാക്ക് എവിടുന്ന് വന്നെന്നറിയോ? ഈ കുതിരയ്ക്ക് പട്ടം കെട്ടുന്നുണ്ടോ? കണ്ണിന് മുമ്പിൽ ഒരു സാധനം കെട്ടിയിരിക്കുന്നുണ്ടോ? നിങ്ങൾ കുതിരയെ കണ്ടിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം പറയാം. തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പണ്ടൊക്കെ തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു പച്ച തുണിയാൽ ഇങ്ങനെ പീത്തയില് ഇത്രയും ഒരു ചെറിയ തുണി കഷ്ണം ഇങ്ങനെ കെട്ടി വെച്ച് നേടില്ലേ? അത് പട്ടം എന്ന് പറഞ്ഞാൽ ആ കണ്ണിനകത്തോട്ട് വേറെ പ്രകാശം ഒന്നും കയറാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നവര് തിമിരക്കാര്. കുതിരയുടെ കണ്ണിന്റെ മുമ്പിൽ ഈ സാധനം കെട്ടുന്നത് എന്തിനാണെന്നറിയാമോ? അപ്പുറം ഇപ്പഴും യുദ്ധത്തിന് പോകുന്ന കുതിരയൊക്കെ അങ്ങനെയാ, വേറെ ഉള്ള സംഭവങ്ങളൊന്നും കാണാതിരിക്കാൻ. അതിന്റെ ഒരു ലക്ഷ്യം മാത്രമേ അതിന് കാണത്തുള്ളൂ. അതിന് ആ സാധനം കിട്ടുന്നത്. നിന്റെ മുമ്പിലും ഇത് തന്നെ കെട്ടണം. എന്തിനാണെന്നറിയാം? വേറെ ഒന്നും നിനക്ക് കാണരുത്, ഇത് മാത്രം നീ സദാ കാണണം. ഏതാ? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ അത് ആയിരിക്കണം നീയും നിന്റെ കുഞ്ഞുങ്ങളും എപ്പോഴും കണ്ടു വളരേണ്ടത്. അതേ ഭാഗം അതേപോലെ തന്നെ ഈ ആവർത്തന പുസ്തകം തന്നെ 11-ാം അധ്യായത്തിന്റെ 18-19 വാക്യം ഒന്ന് വായിച്ചു. ആവർത്തന പുസ്തകത്തിന്റെ തന്നെ 11-ാം അധ്യായത്തിന്റെ 18-19 വാക്യം. ഹൃദയത്തിലും നമ്മൾ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിക്കാം, കുഴപ്പമില്ല. കാരണം ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ചിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ സംഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് സഹായം കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴോ വേറൊരാളൊരു കാര്യം പറഞ്ഞു. അപ്പൊ ആ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പൊ ആദ്യം സംഗ്രഹിച്ചത് എന്ത് ചെയ്യും? അടിയിലായി പോകും. അങ്ങനെ കുഴപ്പമുണ്ട്. ഇതിനി അടുത്ത ഞായറാഴ്ച പാസ് ഓർപ്പിക്കുമ്പോൾ ഈ അടി കിടക്കുന്ന ഈ സാധനം പൊങ്ങി വരത്തുള്ളൂ. അതിന് അടുത്ത് എന്ത് ചെയ്യണം? കയ്യേൽ എഴുതി കെട്ടണമെന്ന്. ഇത് കേട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ച് കേട്ട് കർത്താവിന്റെ വചനമാണ് കേട്ട് കേട്ടോ. എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. പലരും ഓർത്തെടുത്താ പറയുന്നത്. പാസ്റ്റർ കഴിഞ്ഞതിന് മുമ്പത്തെ മാസം പറഞ്ഞ വചനം ഉണ്ടല്ലോ, എന്റെ ഹൃദയത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അവിടെ കിടന്നോട്ടെ. പാസ്റ്ററെ കാണുമ്പോൾ മാത്രം എന്ത് ചെയ്യും? ഇത് പൊക്കി എടുത്തോണ്ട് വരും. ആ പ്രവണത നമുക്ക് വേണ്ട. അങ്ങനെയാ നമ്മൾ ആയി പോകാതിരിക്കാനാ പറഞ്ഞത്. നിന്റെ കൈമേൽ കെട്ടണം.
അവിടെ അങ്ങനെ തന്നെയാ പറഞ്ഞത്, കണ്ണുകൾക്ക് മധ്യ പട്ടമായിരിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞൊരു ഉപദേശം. സദൃശവാക്യം എഴുതിയവനോട് പറയുന്നൊരു ഭാഗം നോക്കിയാൽ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. സദൃശവാക്യം എഴുതിയ ആരാ? സദൃശവാക്യം എഴുതി ഏറ്റവും വലിയ ജ്ഞാനിയായ ശലോമോനാണെന്നാണ് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ ശലോമോന്റെ സദൃശവാക്യത്തിൽ ശലോമോൻ എന്താ പറഞ്ഞു നോക്കി? 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ദയയും വിശ്വസ്തതയും നിന്നെ വിട്ടുപോകരുത്, അത് നിന്റെ കഴുത്തെ കെട്ടിയിട്ടോണോന്ന്. എപ്പ കണ്ടാലും മറ്റുള്ളവരോട് ദയ കാണിക്കണം, വിശ്വസ്തത പാലിക്കണം. ഇതെപ്പോഴും നിനക്ക് കാണണം. നമ്മളെ ഈ അടുത്ത സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി. എന്തായിരുന്നു, ഞാൻ ഏതോ ഒരു വിഷയത്തില് ഒരാളെ സഹായിക്കുന്ന ഒരു സാഹചര്യം വന്നു, പക്ഷെ സഹായിച്ചില്ല. എനിക്ക് വേണമെങ്കിൽ ആളിനെ സഹായിച്ചില്ല. ഞാൻ വണ്ടി ലിഫ്റ്റ് കൊടുക്കുന്നത് എന്തോ ഒരു വിഷയമാണ്, നീ പോരുന്നു. കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവേ അത് തെറ്റായി പോയല്ലോ, ആ ആള് വണ്ടിക്ക് വേണ്ടിയായിരുന്നു അവിടെ നിന്ന്. എനിക്ക് വേണമെങ്കിൽ എന്റെ വണ്ടിയെ കയറ്റിക്കൊണ്ട് അയാളെ വരായിരുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് ലിഫ്റ്റ് തായോ എന്ന് പറഞ്ഞ് അയാളെ, ബസ് ഓടുന്ന റൂട്ടല്ല, അയാൾ നടന്നു പോകുമ്പോൾ തിരിഞ്ഞ് നോക്കുന്നത് എനിക്ക് ലിഫ്റ്റ് കിട്ടാനുള്ള ആഗ്രഹത്തിൽ പിന്നെ തിരിഞ്ഞ് നോക്കുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ കയറ്റിയൊന്നുമില്ല, എനിക്ക് പോയി. ഇപ്പൊ കർത്താവ്, എന്റെ കർത്താവ് ഇതാ എന്റെ പ്രശ്നം. നന്മ ചെയ്യാൻ അറിയാമായിരുന്നിട്ട് അത് ചെയ്യാതിരിക്കുന്നത് പാപമാണെന്ന് തിരുവഴുത്തി ഞാൻ പഠിപ്പിച്ചതുമാണ്. പക്ഷെ സമയം വരുമ്പോ ഈ സാധനം എന്ത് ചെയ്യുന്നറിയോ, ഞാനങ്ങ് മറന്നു. എന്നിങ്ങ് മുന്നോട്ടേക്ക് പോരുന്നു കഴിയുമ്പോൾ എന്റെ മനസ്സിൽ അയ്യോ, ആ മനുഷ്യനൊരു നന്മ ചെയ്യാനൊരു അവസരം കിട്ടിയതാ, ചെയ്തില്ലല്ലോ, ഇനി എങ്ങനെ തിരിച്ചു പോകുന്നു. ഞാൻ കർത്താവിനോട് ഒത്തിരി സങ്കടപ്പെട്ട് കഴിഞ്ഞ ദിവസം. കർത്താവ്, ഈ സമയമാകുമ്പോൾ ഇതങ്ങ് മറന്നു പോവാ, ഇതെന്നെ ഒന്ന് ഓർപ്പിക്കണം. സമയം ഓർത്താൻ ഞാൻ ചെയ്യാൻ റെഡിയാ, മടിയൊന്നുമില്ല, ചെയ്യാൻ റെഡിയാ. എനിക്ക് മടിയില്ലെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ. ഇപ്പൊ ഒരാളെ വണ്ടിയെ ലിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തിലൊന്നും എനിക്കൊരു മടിയില്ല. ഉണ്ടോ ഭാഷ കൂടാണ് നിനക്ക് തോന്നിയിട്ടുള്ളൂ, അങ്ങനെ മടിയൊന്നുമില്ല. പക്ഷെ ഓർക്കത്തില്ല. വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് മടിയുള്ളത്, അത് ഭാഷയ്ക്ക് അറിയത്തില്ല, അത് പറയത്തില്ല. ചില കാര്യങ്ങളൊക്കെ ഭാഷയും പറഞ്ഞോട് പുള്ളി നല്ല മനുഷ്യനാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യത്തിൽ മടിയില്ലാത്ത കാര്യങ്ങളൊക്കെ പുള്ളി കണ്ടെത്തിയിട്ടുള്ളൂ. പക്ഷെ ഈ സാധനവും സമയമാകുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, മറന്നു പോവാ. അങ്ങനെ മറക്കാതിരിക്കാൻ സദൃശവാക്യക്കാരൻ എന്നാ പറഞ്ഞെന്നറിയോ? അവിടെയും പറയാം, ഈ സാധനം എന്ത് ചെയ്യണം, മറന്നു പോകും. നീ ദയയും വിശ്വസ്തതയും കാണിക്കണമെന്നുള്ള സംഗതി നിങ്ങൾ എന്ത് ചെയ്യും? സമയമാകുമ്പോ മറന്നു പോകും. അതുകൊണ്ട് ഈ സാധനം എന്ത് ചെയ്തോളും? കഴുത്തിൽ കെട്ടിയിട്ടോളാൻ. പണ്ട് ഞാന് സുജ എവിടെയെങ്കിലും പോകുമ്പോൾ കടലാസിൽ എഴുതി പേപ്പറിലാക്കി കാപ്പിപ്പൊടി 100 ഗ്രാം അല്ലെങ്കിൽ അത് ഇത്ര, എന്നിട്ട് കടലാസിൽ എഴുതി എന്റെ പോക്കറ്റ്. ഇതെന്തിനാണ് കാണുന്നത്? അത് നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ. അവസാനം പോക്കറ്റിൽ കിടന്ന സാധനം എടുത്തു നോക്കാൻ പറ്റിയില്ല, മറന്നുപോയി. പോക്കറ്റിൽ ഇത് കിടപ്പുണ്ട്, എടുത്തു നോക്കുക എന്ന് ഓർപ്പിക്കാൻ ആളില്ലാതായിപ്പോയി. അതുകൊണ്ട് എഴുതിയത് എവിടെ കിടപ്പുകയാണ്. നമ്മൾ വാക്യങ്ങൾ എഴുതി എവിടെ വെച്ചിട്ടുണ്ട്? ബുക്കിനകത്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? പക്ഷെ സമയമാകുമ്പോൾ നമ്മളിത് മറന്നു പോകാതിരിക്കാൻ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഇത് പോക്കറ്റിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല, ഹൃദയത്തിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഴുത്തെ തന്നെ എന്ത് ചെയ്യണം? കെട്ടിത്തൂക്കിയിടണമെന്നാ പഴയ നിയമത്തിൽ പഠിപ്പിച്ചത്. പുതിയ നിയമത്തിൽ അത്രയും കട്ടിക്കാണോ പറഞ്ഞത്? അല്ല, അതിലും കട്ടിക്കാ പറഞ്ഞത്. ഈ സംഗതി ഒരു കവചമായി ധരിക്കാൻ. വായിച്ച 8-ാം വാക്യം ഒന്നുകൂടെ, 1 തെസ്സലോനിക്കർ 5-ന്റെ. നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട്. അപ്പൊ ഇത് ധരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഒരു തുണ്ടുകടലാസിൽ എഴുതി കഴുത്തേക്കെട്ടൽ മാത്രമല്ല, നീ നിന്റെ മുഴു വസ്ത്രവും ഇതായിട്ട് മാറട്ടെ എന്നാ. പിന്നെ എന്നാ ചെയ്യേണ്ടത്? നമുക്ക് ഈറോഡിൽ ചെന്ന് വെച്ചാൽ അവിടെ ടീഷർട്ട് പ്രിന്റ് ചെയ്യുന്നവന്മാരുണ്ട്. അവരോട് പറഞ്ഞ് ഈ വാക്യം പ്രിന്റ് ചെയ്തിട്ട് ഒരു 10 ടീഷർട്ട് എടുത്തോണ്ട് നമുക്ക് ഇപ്പോഴും ഇട്ടുകൊണ്ട് എടുക്കാം. അങ്ങനെ വേണോ? വേണ്ടി അങ്ങനെ ഒന്നേലേ ഇത് ഓർക്കത്തുള്ളെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് എന്റെ അഭിപ്രായം. കാരണം സദാ ഈ സംഗതി എന്ത് ചെയ്യണം? ഓർക്കണം, മറന്നു പോകരുത്. ഇതൊരു കവചമായി. ഇനി നമ്മൾ സ്നേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത? നമുക്കെന്നാ സ്നേഹമില്ലേ? നമുക്ക് സ്നേഹമില്ലേ? ഉണ്ടല്ലോ. ഞാൻ പലപ്പോഴും നമ്മുടെ കൂട്ടായ്മ നേരത്തെ പറഞ്ഞിട്ടുള്ള, നിങ്ങളുടെ കയ്യിലെല്ലാം ഓരോ കടലാസ് തരിക. എന്നിട്ട് ആ കടലാസ് തന്നിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുടെ പേര് മുഴുവൻ, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുടെ പേരുകൾ. നിങ്ങൾ സ്നേഹിക്കുന്നതല്ല, നിങ്ങൾ സ്നേഹിക്കുന്നു. നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? നമ്മളെ സ്നേഹിക്കുന്നവരുടെ പേര് എഴുതാൻ പറഞ്ഞാൽ ഒരു 2-3 പേരിക്കുള്ള നമുക്ക് എഴുതാൻ പറ്റുമോ? നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എന്നെ ആരും സ്നേഹിക്കാനില്ല. മക്കൾക്ക് എന്നെ വേണ്ട, ഭാര്യയ്ക്ക് എന്നെ വേണ്ട, ഭർത്താവിന് എന്നെ വേണ്ട, കൂട്ടുകാർക്ക് എന്നെ വേണ്ട. അങ്ങനെയല്ലേ നമ്മുടെ വാക്കുകൾ? അതെ, നമ്മുടെ വാക്ക് അങ്ങനെ തന്നെയാണ്. അന്ന് നീ അതേ മെനക്കെട്ട് എഴുതണ്ട. നീ ആരെയും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കടലാസിൽ നിന്ന് എഴുതിക്കേ.
എന്ന് പറഞ്ഞ് നിങ്ങളുടെ കടലാസ് തരിക. അപ്പൊ നിങ്ങൾ എഴുതുക. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകളുടെ പേര് എഴുതി തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുടെ പേര് എഴുതി തുടങ്ങി. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ പേര് എഴുതുക. നമുക്ക് സ്നേഹമുള്ളവരുടെ എല്ലാം പേരെഴുതി വന്ന് എത്ര പേരുടെ പേര് കാണും? എത്ര പേപ്പർ തരണം? ചില സാറന്മാർ പഠിപ്പിച്ച പരീക്ഷ എഴുതാനായിട്ട് ഞാൻ പോകണമെങ്കിൽ ആ പരീക്ഷയ്ക്ക് ആ ഉത്തരം എഴുതണമെങ്കിൽ എനിക്ക് 2-3 ഷീറ്റൊന്നും പോരാ, എനിക്കൊരു 6-7 ഷീറ്റ് വേണം. കാരണം ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എഴുതാൻ എനിക്കുണ്ടതേ. പക്ഷെ ചില സാറന്മാർ പഠിപ്പിക്കുന്ന സാധനത്തിന് പരീക്ഷ എഴുതാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് 1 ഷീറ്റ് മതി. കാരണം കുറച്ചേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് എഴുതാൻ ഈ ഒരു പേപ്പർ പോതും. അങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേപ്പർ വേണം? 1 പേപ്പർ മതിയോ? 2 പേപ്പർ മതിയോ? 3 ആയാലോ? ഒക്കത്തിൽ എത്ര വേണം? ഈ ഒത്തിരി എഴുതുന്നതിൽ ആദ്യം എഴുതുന്ന ആളുടെ പേര് ഏതായിരിക്കും? എസ്തറെ സ്നേഹിക്കുന്ന ആദ്യം എഴുതുന്ന ആളിന്റെ പേര് ഏതായിരിക്കും? എസ്തർ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട്? ഇല്ല. അതുകൊണ്ട് കള്ളം പറയും, ആരെയും സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കുന്നവരുടെ പേര് പറഞ്ഞാൽ അമ്മ തൊട്ടെടുക്കായിരിക്കുന്നു. അങ്ങനെ പേടിച്ചിട്ടാണോ? ആരെയും സ്നേഹിക്കുന്നില്ല? ആരെയും സ്നേഹിക്കുന്നില്ല? ഒരാളുടെ പേര് പറയാം. ഞാൻ ബോയ് ഫ്രണ്ടിന്റെ പേരൊന്നും പറയാൻ പറഞ്ഞില്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എസ്തർ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. എത്ര പേരെ സ്നേഹിക്കുന്നുണ്ട്? മറിയക്കുട്ടിയമ്മയ്ക്ക് ഒത്തിരി പേരെ സ്നേഹിക്കുന്നുണ്ട്. എസ്തർ ഒത്തിരി പേരെ സ്നേഹിക്കുന്നുണ്ടോ? അന്നാ സ്നേഹിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുന്നു. കറക്റ്റ്. അമ്മ, പിന്നെ പപ്പ, പിന്നെ ഏത് കൂട്ടുകാരി? ജാസ്മിൻ ഉണ്ട്, പിന്നെ അബിര, പിന്നെ പിന്നെ ചേട്ടന്മാരെ. തൊട്ടിപ്പുറത്ത് താമസിക്കുന്ന ആളുടെ പേര് പറഞ്ഞില്ലല്ലോ. അതാ നമ്മുടെ, അത് എസ്തറിന്റെ മാത്രം പ്രശ്നമല്ലെന്നേ. നമ്മൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നമ്മളെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് എഴുതാൻ പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് പേരുടെ പേരുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷെ വീട്ടിന്റെ തൊട്ട് ചേർന്നിരിക്കുന്നവന്റെ പേര് അതിനകത്ത് കാണണമെന്നില്ല. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എസ്തറിന്റെ പ്രശ്നമല്ല ഞാൻ ഈ പറഞ്ഞ. എസ്തറിനോട് ഞാൻ ചോദിച്ചാൽ അവൾ കുഞ്ഞാ, അവൾ എന്നോട് പിണങ്ങത്തില്ല. നിങ്ങളോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾ പിണങ്ങും. അതുകൊണ്ട് ഞാൻ അവളോട് തന്നെ ചോദിച്ചു, അവൾ എന്നോട് പിണങ്ങത്തില്ലെന്ന് ഉറപ്പുള്ളതുണ്ട്. പ്രിൻസിനോട് ചോദിച്ചാലും ഇല്ല, പിണങ്ങാൻ സാധ്യതയുണ്ടോ? ഇല്ല, പിണങ്ങത്തില്ല. നമ്മൾ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ പേരെഴുതും. അപ്പന്റെ എഴുതും, അമ്മയുടെ എഴുതും, ദൈവത്തിന്റെ എഴുതും, എല്ലാവരുടെ എഴുതും. പക്ഷെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നവരുടെ പേര് എഴുതത്തില്ല, തൊട്ടപ്പുറത്ത് താമസിക്കുന്നവരുടെ പേര് എഴുതത്തില്ല. സത്യമാ, അവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കർത്താവിന്റെ വചനം കർത്താവ് പറഞ്ഞില്ലേ, കൂട്ടു സഹോദരനെ സ്നേഹിക്കാത്തവൻ, കാണപ്പെട്ട സഹോദരനെ സ്നേഹിക്കാത്തവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലിസ്റ്റിനകത്ത് ആദ്യത്തെ പേര് ആരുടെ എഴുതി വെച്ചേ? ദൈവത്തിന്റെ. കാണപ്പെട്ട നമ്മൾ ആരെയാ കാണുന്നത്? നമ്മൾ രാവിലെ എണ്ണീറ്റാൽ ആരെയൊക്കെ കാണാൻ സാധ്യത? നമ്മുടെ വീടിന്റെ അടുത്ത് വരത്തും ഒക്കെ ഉള്ളവരല്ലേ? അവരുടെ പേരിൽ അവരെ നമ്മൾ സ്നേഹിക്കുന്നത്. അവരെ സ്നേഹിക്കാത്ത നീ ആദ്യം എഴുതിയിരിക്കുന്നത് പച്ചക്കള്ളവാ, വെട്ടിക്കളയണം. ആദ്യം ആരുടെ പേര് എഴുതിയേ? ദൈവത്തിന്റെ. പച്ചക്കള്ളവാ. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നവരെ സ്നേഹിക്കാനിരിക്കെ. ഓക്കെ, ഇന്ന് മുതൽ ലിസ്റ്റിനകത്ത് അവരുടെയൊക്കെ പേര് വരുമല്ലോ. ഓക്കെ, അങ്ങനെ ഈ ലിസ്റ്റിനകത്ത് എല്ലാം പേര് വന്നെന്നിരിക്കട്ടെ. ഒരു 450, മറിയക്കുട്ടിയെ പറ്റി പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. ഒരു 450 പേരങ്ങ് കൂട്ടിക്കും. അല്ല, വേണ്ട, 500, എത്ര വേണം? 1000 ആയാലും ശരി. 1000 പേരുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരുടെ പേര് 1000 പേരുണ്ട്. അടുത്ത വർഷം മാർച്ച് മാസം ഇതേ തീയതിയിൽ ഞാൻ വീണ്ടും ഒരു കടലാസ് തരിക. പഴയത് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ മാറ്റി വെച്ചിരിക്കുക. വീണ്ടും നിങ്ങളോട് സ്നേഹിക്കാനായിട്ട് സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞൊരു കടലാസ് തന്നാൽ ഈ 1000 പേര് മുഴുവൻ പേരും ഈ കടലാസിനകത്ത് അടുത്ത വർഷം വരുമ്പം കാണുമോ? കുറച്ചു പേരൊക്കെ വേറെ പുതിയതായിട്ട് കുറച്ചു പേര് വരും. നമ്മുടെ ചർച്ചിന്റെ സ്ഥിതി പോലെ കേട്ടോ. നമ്മുടെ കൂട്ടായ്മ ഇങ്ങനെ 10 വർഷം മുമ്പ് കൂട്ടായ്മ ഉണ്ടായിരുന്നവരുണ്ടോ? ഇപ്പൊ ഇല്ല, പോയി. 5 വർഷം മുമ്പ് അവരും പോയി, വേറെ കുറെ പേര് വന്നു. ഇവരും പോവും, നാളെ വേറെ കുറെ പേര് വരും. ഏതാണ്ട് നമ്മുടെയൊക്കെ സ്നേഹത്തിന്റെ ലിസ്റ്റ് ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷം സ്നേഹിച്ച പലരെയും ഈ വർഷം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? സ്നേഹിക്കാൻ പറ്റുന്നില്ല. വേറെ പലരും നമ്മുടെ സ്നേഹത്തിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കയറി വന്നിട്ടുമുണ്ട്. ഇന്ന് സ്നേഹിക്കുന്ന എല്ലാവരെയും അടുത്ത 365 ദിവസം കഴിയുമ്പോഴും സ്നേഹിക്കാൻ പറ്റുമെന്നുള്ള ഗ്യാരണ്ടി നമുക്കൊട്ട് ഇല്ല. സഹോദരങ്ങളെ, ഇത് സ്നേഹമെന്നല്ല ഇതിന്റെ പേര്. ഈ സാധനമല്ല സ്നേഹം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്നേഹം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാ. പഠിക്കാൻ താല്പര്യമുണ്ടോ? നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞത് ഇതുപോലെയാ പഠിച്ചത്, അല്ലേ? വിശ്വാസം എന്ന് പറഞ്ഞ ഈ സംഗതി ഒന്നും അല്ല കേട്ടോ. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഞാൻ വിശ്വസിക്കുന്നു. അതല്ല വിശ്വാസം. അത് പിശാചും വിശ്വസിക്കുന്നുണ്ട്. അത് മഹാത്മാഗാന്ധി വിശ്വസിച്ചെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസം അതല്ല. വിശ്വാസം എന്താണെന്ന് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ അത് കവചമാക്കാൻ ശ്രമിച്ചു നടത്തുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിന്റെ കവചമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? അതോ മുമ്പേ പറഞ്ഞാൽ ഹൃദയത്തിന്റെ അടിത്തട്ടിലിട്ടിരിക്കുകയാണോ?
അതിന് മണ്ടയ്ക്ക് വേറെ സാധനങ്ങളൊക്കെ വന്ന് കയറിയോ? കയറും. അതുകൊണ്ടാണ് കവചമാക്കാൻ പറഞ്ഞത്. ഹൃദയത്തിന്റെ അടിത്തട്ടിലല്ലേ, ഇതിന് എന്ത് ചെയ്യണം? കവചമാക്കണം. കവചമാക്കണം. എന്നും ഇത് ധരിച്ചിരിക്കുന്നു ഉറപ്പ് വരുത്തണം. രാവിലെ ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞു. രാവിലെ കട്ടിലേൽ നിന്ന് എഴുന്നേൽക്കുമ്പോ പൊതുവേ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം ആദ്യം പരിശോധിച്ച് ഉറപ്പ് വരുന്നത്. ഞാൻ ആദ്യം പരിശോധിച്ച് ഉറപ്പ് വരുന്നത്. രാത്രി ബോധമൊന്നും ഇല്ല, ഇങ്ങനെ നടക്കും. കഴിയൊക്കെ ചിലപ്പോൾ ചെയ്യുന്നു. എന്റെ കുഴപ്പമാണോ? അല്ല, മിക്കവാറും എല്ലാവരും അങ്ങനല്ലേ ആണെന്നേ. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൊടുത്തിരിക്കുന്ന വസ്ത്രമൊക്കെ പ്രോപ്പറായിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കും. പരിശോധിക്കുമോ ഇല്ലയോ? പരിശോധിക്കും. അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും പരിശോധിക്കാൻ തക്കവണ്ണം ഓർമ്മശക്തി ഇല്ലാത്ത അപ്പച്ചന്മാർ രോഗികളായി ഇരിക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പെണ്ണുങ്ങളുടെ പാവാട എടുത്ത് കുടിപ്പിക്കും. അതാകുമ്പോ ഒഴിഞ്ഞു പോകത്തില്ല, അവിടെ കിടന്നു. അല്ലെങ്കിൽ ബർമൂട കെട്ടിയിടും. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ അങ്ങനെയൊന്നും അവസ്ഥയിലല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ കൊടുക്കുന്നത്. അതുകൊണ്ട് കെട്ടിയൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ നേരം എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ സാധനം ചെയ്തില്ല, കാണത്തില്ല. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് നോക്കും. പിന്നെ ഒരു ആത്മവിശ്വാസം ഭാര്യയാണ് കൂടെ കിടക്കുന്നത്. അപ്പൊ അവളിനി അഥവാ അവളങ്ങ് ഉടുപ്പിച്ചിട്ട് അങ്ങ് പൊയ്ക്കോളുമല്ലോ. എനിക്കറിയത്തില്ല പോകുമല്ലോ. ഇനി പോയാലും പോയില്ലല്ലോ ഞാൻ തന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തും. നിങ്ങളും അങ്ങനെ തന്നെ ആണോ? ആണോ? എല്ലാവരും, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ? എല്ലാവരും അങ്ങനെ തന്നെ. അങ്ങനെ നിങ്ങൾ ഈ ലോകത്ത് നിങ്ങളുടെ ശരീരത്തെ മറയ്ക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രം പ്രോപ്പറായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ ഒരു നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ തന്നെ നിർബന്ധ ബുദ്ധി ഉണ്ടാകേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്ന കവചം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഓരോ നിമിഷവും എന്ത് ചെയ്യണം? പരിശോധിച്ചുറപ്പ് വരുത്തണം. അതുകൊണ്ടാണ് യൂദാ അപ്പോസ്തലൻ പറഞ്ഞത്, ഒരിക്കലായി ലഭിച്ച വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ? പോരാട്ടം. കാരണം അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് ജനത്തെ തെറ്റിക്കുന്ന റവറന്റുമാരും പ്രൊഫറ്റുമാരും അപ്പസ്തോലന്മാരും കൂടുപോലെ കുരുക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് തന്നെ വഴിതെറ്റിക്കുന്ന, വേറെ എന്തൊക്കെയോ വിശ്വസിപ്പിക്കുന്ന നിലയിൽ വേറെ എന്തൊക്കെയോ ആണ് വിശ്വാസം എന്ന് പറഞ്ഞ് വേറെ എന്തൊക്കെയോ വിശ്വസിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. ഇടത് കഴിക്കുന്നു കൈയോടെ, വലത് കഴിക്കുന്നു കൈയോടെ, മുന്നേ നിൽക്കുന്നതിന് കൈയോടെ എന്ന് പറഞ്ഞ് പലതും പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഉള്ളിൽ കയറ്റിത്തന്ന വിശ്വാസം ഉണ്ടല്ലോ, അതല്ല വിശ്വാസം. വിശ്വാസത്തെ കുറിച്ച് നീ പഠിച്ചല്ലോ. അത് നിന്റെ ശരീരത്തിൽ എന്നും ഉണ്ട്. ഏത് സമയത്തുണ്ട്? രാവിലെ എണ്ണീറ്റാൽ ആദ്യം പരിശോധിക്കണം, ഞാൻ വിശ്വാസത്തിലിരിക്കുന്നുവോ? ഞാൻ നടക്കുമ്പോൾ വിശ്വാസത്തിലിരിക്കുന്നുവോ? കിടക്കുമ്പോൾ വിശ്വാസത്തിലിരിക്കുന്നുവോ? സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, ചന്തയിൽ പോകുമ്പോൾ ഈ വിശ്വാസം ഒരു കവചമായി എന്നിലുണ്ടോ? ഇത് എപ്പോഴും പരിശോധിച്ച് ഉറപ്പ് വരുത്തണമെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്നേഹത്തെക്കുറിച്ചാ. സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം മുതൽ. മർക്കോസിന്റെ സുവിശേഷം 12-ന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യം. മനസ്സിലായോ സംഭവം? ഈ ശാസ്ത്രിമാർ ഇങ്ങനെ മാറി എന്ന് വീക്ഷിക്കും. ശാസ്ത്രി ആരെന്നറിയോ? ശാസ്ത്രി എന്ന് പറയുന്നത് ഈ തിരുവചനം മുഴുവൻ കാണാതെ പഠിച്ച് അത് പകർത്തി എഴുതി അതിന്റെ തെളിവൊക്കെ ഹാജരാക്കിയിട്ടുള്ള ആളുകളെയാണ് ശാസ്ത്രി പട്ടം കൊടുത്ത് ബഹുമാനിക്കുന്നത്. അങ്ങനെ ശാസ്ത്രിമാർക്ക് ഒരു ശാസ്ത്രിമാർക്ക് ഒരു നിഗളമുണ്ട്. ഞങ്ങൾക്കെല്ലാം ഭയങ്കര അറിവാണ്. നമ്മുടെ ഈ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പാസ്റ്റർമാർക്ക് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ എന്താ കിട്ടുന്നറിയാവും? ഗ്രാജുവേഷൻ, ഓർഡിനേഷൻ. ഈ സാധനം കേട്ടിട്ടുണ്ടോ? ഗ്രാജുവേറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഫോട്ടോ ഒക്കെ എടുത്തിടും, തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച്, വക്കീലന്മാരുടെ ഒരു കുപ്പായമൊക്കെ ഇട്ട്. അത് ലോകത്തിന്റെ ജ്ഞാനം പ്രാപിക്കുന്ന ആളുകൾക്ക് ലോകത്തിന്റെ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന സംവിധാനം തന്നെയാണ് ആരും കൊടുക്കുന്നത്. ഇത് ബൈബിൾ കോളേജും കൊടുക്കുന്നത് അല്ലെ? എന്നിട്ട് ഈ തൊപ്പിയും വെച്ചോണ്ട് ഇവരെന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കും. തിരുവനന്തപുരത്ത് പറഞ്ഞിരിക്കുന്നത് പുരുഷൻ തന്നെ തലയിൽ മൂടുപടം വെച്ചിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്നെങ്കിൽ ഈ അറിവെല്ലാം കേറുമ്പോ പ്രാർത്ഥിക്കുന്നതിന് ഒരു മടി തോന്നിയാൽ ഈ മൂടുപടം തല വെച്ച് പ്രാർത്ഥിക്കും. ആ സാധനം അല്ല കേട്ടോ, ആ അറിവും ഞാനും അല്ല. ശാസ്ത്രിമാർ അതിലും ഭയങ്കരമാണ്, ഇതിനെക്കാട്ടിൽ തിട്ടമുള്ളവരാ. അപ്പൊ ഇങ്ങനെയൊക്കെ ഗ്രാജുവേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ശാസ്ത്രിമാരൊക്കെ ആയി കഴിയുമ്പോൾ ഇവർക്കുള്ളിൽ ഒരു സ്വയം തോന്നലുണ്ട്. ഞങ്ങൾക്കറിയാവുന്നതിന്റെ അത്രയൊന്നും എനിക്കും ചില സമയത്ത് ഈ സാധനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. ഞാൻ ഈ അടുത്ത സമയത്ത് 1-2 പേരോടൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ചോദ്യം ചോദിച്ചാട്ടെ, എന്താണ് ക്രിസ്തുമർമ്മം? നിങ്ങൾക്കറിയാം? വലിയ ആവേശത്തില ചോദിക്കുന്നതല്ലേ. ക്രിസ്തുമർമ്മത്തെ പറ്റി എനിക്ക് നല്ല അറിവുണ്ട്. ഇവർക്ക് അറിവില്ല. അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യണം? നിനക്കറിവില്ലാത്തവനാണെന്നൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ആ ചോദ്യം അങ്ങോട്ട് കേട്ട് കഴിയുമ്പോഴും ഇവർ ഉത്തരം തരത്തില്ല. അപ്പൊ പിന്നെ ഞാൻ ആരായി? മിടുക്കൻ. ഈ പരിപാടി നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് ഈ അറിവ് കയറി ചീർപ്പിക്കുന്ന ഈ പ്രശ്നം. ഇതേപോലെ ഈ ശാസ്ത്രിമാർ ഇങ്ങനെ മാറി നിന്ന് വീക്ഷിക്കുമ്പോ ഇവർ നോക്കുക, യേശുവും ശിഷ്യന്മാരും തമ്മിൽ തർക്കിക്കുന്നു.
ഓരോരുത്തരും ഒന്ന് ഓരോ ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ആ ചോദ്യത്തിനെല്ലാം യേശു കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് നല്ല കൃത്യം മറുപടിയാണ് കൊടുക്കുന്നത്. അപ്പൊ ആ നല്ല കൃത്യമായ മറുപടി കൊടുക്കുന്നു, ബോധിക്കുന്നൊക്കെ ഉള്ള മറുപടി കൊടുക്കുന്നത് കണ്ടിട്ട് അങ്ങനെ ഒന്ന് വായിച്ചാൽ നോക്കി. ഈ തമ്മിലുള്ള തർക്കവാദങ്ങൾ വരുമ്പോ നല്ല രീതിയിൽ ഉത്തരം പറയുന്നത് നീ കേട്ടു, ഞങ്ങൾക്കത് ബോധ്യമായി. അതുകൊണ്ട് ഞങ്ങളൊരു ചോദ്യം ചോദിക്കാൻ പോവാം. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത്? യേശുവിനോട് ചോദിച്ചു. നമ്മളോട് ചോദിച്ചാലോ? രക്ഷിക്കപ്പെടാത്ത ഒരാള്, ആ ആള് നമ്മളോട് ചോദിക്കുക, സഹോദരൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ മറുപടി പറയും? നീ വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം. ഇത്രയല്ലേ നമ്മൾ പറയുന്നത്? അങ്ങനെ നമ്മളോട് അവർ പറഞ്ഞത്. ആരെ? നമ്മളെ നടത്തിയവര്. അപ്പൊ നമ്മൾ ഇവരോട് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നീയൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല, അങ്ങനെയൊക്കെ വെച്ച് കാച്ചിക്കളെ നമ്മൾ. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താണ് കർത്താവിന്റെ ഇഷ്ടം? അപ്പൊ ഇതാ ഇവര് വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, ദൈവത്തിന് കൽപ്പനയുണ്ട്, ആ ദൈവത്തിന്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? നിങ്ങൾക്കറിയാമോ ആ ഉത്തരം? നിങ്ങൾക്കറിയാമെങ്കിൽ ഇപ്പൊ കേട്ടോ, കർത്താവ് നേരിട്ട് പറയാണ് ഏറ്റവും മുഖ്യ കൽപ്പന. വായിച്ചു. ആ, എല്ലാറ്റിലും മുഖ്യ കൽപ്പന, കൽപ്പനകളിൽ മുഖ്യമായ കൽപ്പന. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ നിന്നെ ഭരിക്കാവെന്ന അതിന്റെ അർത്ഥം. ദൈവം മാത്രമായിരിക്കണം കർത്തൃത്വം നടത്തുന്നത്. ദൈവത്തെ മാത്രമേ ഇസ്രായേലിയർ കർത്താവെന്ന് വിളിക്കത്തുള്ളൂ. ദൈവമായിരിക്കണം നിന്റെ സകല കാര്യങ്ങളെയും നിയന്ത്രിക്കേണ്ടവൻ. നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്. ആ ദൈവമായ കർത്താവിനെ വേണം നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും. ഇത് തന്നെയാണ് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ട് കയ്യിൽ എഴുതി കെട്ടാൻ പറഞ്ഞത്. ഇത് തന്നെയാണ് കർത്താവ് ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ശാസ്ത്രിമാരോടും പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. പൗലോസ് പറയുന്നു, ഇത് നീ ഒരു കവചമായി ധരിക്കണം, ഈ സ്നേഹം. ഇനി ആ സ്നേഹത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ ഇത് 31 വരെ വായിച്ചോ, മർക്കോസിന്റെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16 മുതൽ ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ. പെട്ടെന്ന് എടുക്ക്. നീ ഒന്ന് കേട്ടോണേ. സ്നേഹത്തിന്റെ പ്രത്യേകത കർത്താവ് പറയുന്നുണ്ട്. ആ ഭാഗം നമ്മൾ വരും. കർത്താവ് സ്നേഹം എന്താണെന്ന് കാണിച്ചു തരുന്നുണ്ട്. തന്റെ ഏകജാതനായ പുത്രനെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത മനസ്സിലായോ? ദൈവത്തിന്റെ ഭാഷയിലെ സ്നേഹത്തിന്റെ പ്രത്യേകത ഇതാണ്. എങ്ങനെ? ഇങ്ങോട്ട് വാങ്ങുകയല്ല, അങ്ങോട്ട് കൊടുക്കുകയാണ്. പിടികിട്ടുന്നുണ്ടോ? നമ്മുടെ ഭാഷയിലെ സ്നേഹത്തിന്റെ ദാരിദ്ര്യം എന്നറിയാമോ? ഒട്ടുമിക്കവാറും ആളുകൾ, സഹോദരിമാര് വിശേഷിച്ച് സഹോദരന്മാരും, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് ഒരിടത്തുനിന്നും ഒരു സ്നേഹവും കിട്ടുന്നില്ല, ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എനിക്ക് സ്നേഹം കിട്ടാത്തതിന്റെ പരാതിയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സ്നേഹത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത എന്നാ? എല്ലാരും വന്നോണം, എന്നെ സ്നേഹിച്ചോണം, അത്രയല്ലേ ഉള്ളൂ. എന്നാ ഇത് അതല്ല കേട്ടോ. നീ ഉണ്ടാകുന്നതിന് മുമ്പേ, നീ സ്നേഹിക്കുമോ ഇല്ലെന്ന് ഉറപ്പൊന്നുമില്ല, അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തെന്നറിയാമോ? തന്റെ ഏകജാതനായ പുത്രനെ നീ നിത്യജീവനുള്ളതായി മാറാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ടി തരാൻ, എങ്ങനെ മരിപ്പിക്കാൻ, ഏൽപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് ദൈവം തന്റെ സ്നേഹത്തെ എന്ത് ചെയ്തത്? പ്രദർശിപ്പിച്ചത്. ഇനി നമ്മുടെ സ്നേഹം നമ്മൾ എങ്ങനെ പ്രദർശിപ്പിക്കുന്നത്? ഇപ്പോഴത്തെ ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചാൽ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരി ആൺകൊച്ചിന് പെൺകൊച്ചിനെ കണ്ടപ്പോ ഒരു സ്നേഹം. അപ്പൊ സ്നേഹം പ്രദർശിപ്പിക്കാൻ ഇവൻ എന്നാ അറിയാമോ? നേരെ ചാകുമ്പോ ആളുകളുടെ നെഞ്ചത്ത് വെക്കാൻ നമ്മളൊക്കെ റീത്ത് മേടിക്കാൻ പോകുന്ന പൂക്കടയിലോട്ടാണ് ഇവൻ ഓടുന്നത്. അവിടെ ചെന്നിട്ട് റോസാപ്പൂ മേടിക്കും. എന്നിട്ട് ആരും കാണാതെ കൊണ്ട് എന്ത് ചെയ്യും? പെണ്ണിന് കൊടുക്കും. പെണ്ണിനും ഭയങ്കര ഇഷ്ടം. ഓ, ഇപ്പൊ അങ്ങനെ അതൊക്കെ പണ്ടായിരുന്നു, റോസാപ്പൂ ഒക്കെ. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത്. ഇപ്പൊ അതൊന്നും അല്ലാണ്ട്. ഇപ്പൊ ആൺകൊച്ചൻ പോയിട്ട് ഒരു ആപ്പിളിന്റെ ഒരു ഫോൺ അങ്ങ് മേടിക്കും, മൊബൈൽ ഫോൺ. എന്നിട്ട് കൊണ്ടുവന്ന് പെണ്ണിന് കൊടുക്കും.
പെണ്ണിന് ഭയങ്കര സ്നേഹം. ഓ ഇച്ചായ മേടിച്ചെന്ന് എന്തൊരു സ്നേഹമാണ്. ഇപ്പൊ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്താ സ്നേഹം പ്രദർശിപ്പിക്കുന്നത്. നടക്കട്ടെ, ഇതിനൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല. ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുത്തൊക്കെ സ്നേഹിപ്പിച്ചു. പക്ഷേ യേശു ക്രിസ്തു പിതാവായ ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് സൂര്യനെ നമുക്കുണ്ടാക്കി തന്നുകൊണ്ടല്ല, നല്ല മണമുള്ള പുഷ്പങ്ങൾ നമുക്ക് ചുറ്റും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടല്ല, നമ്മൾ വെച്ച തെങ്ങിന്റെ മണ്ടയ്ക്കത്തെ തേങ്ങ അങ്ങനെ നിറകുടമായി നിറഞ്ഞു വരുന്ന അനുഭവത്തിൽ തേങ്ങകൾ കുറെ തന്നിട്ടല്ല. നമ്മൾ ദൈവത്തിന് വെളിച്ചെണ്ണ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കും. അതുകൊണ്ട് തിരിച്ച് ദൈവം നമുക്ക് തേങ്ങ ഇഷ്ടം പോലെ തന്ന് ദൈവം നമ്മുടെ ഊറുണ്ടെന്നല്ലേ ഭാഷയെ നമ്മുടെ പ്രസംഗ സഹോദരനോട് പറഞ്ഞില്ല, ഞങ്ങൾക്ക് മനസ്സിലായത്. കൃഷിക്കാർ എന്നെ പോലുള്ളവർക്ക് ഞങ്ങൾക്കൊക്കെ മനസ്സിലാണെങ്കിൽ നമ്മൾ കപ്പയിട്ടു, കപ്പയ്ക്കകത്ത് ദൈവത്തിന്റെ കൃപയാൽ ഓരോ മുട്ടു കപ്പയിലും 25 കിലോ കപ്പ വീതം. ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. എന്താ അത് സ്നേഹമല്ലേ? സ്നേഹമല്ലെന്നോ? സ്നേഹമാണ് അല്ലെന്ന് ഒന്നുണ്ടോ? ഞാൻ ഈ സഹോദരന്റെ സാക്ഷ്യം കേട്ട് പലപ്പോഴും അതിർത്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഇട്ടിരിക്കുന്ന പയറ് മുഴുവൻ കോത്താൻ തത്തകൾ പറന്ന വരുന്നത്. അവിടെ താണ്ട ഓരോ കൃഷിക്കാരന്റെ കയ്യിൽ ഓരോ പി ഉണ്ട്. രസം തോന്നിയ പി ഊതും. പ്രായമുള്ളവർ പി ഊതുന്നു. അപ്പോഴാ പറഞ്ഞ് പാഷ തത്തയെ ഓടിക്കാൻ ഇവര് പി ഊതുന്നതെന്ന്. നമ്മുടെ ഭാഷയുടെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ തത്ത ഇങ്ങനെ പറന്നു പോവുക. ഒരു സമയം വരെ ഇങ്ങനെ നിരന്തരം കിടന്ന് കഷ്ടപ്പെടുക. ഈ പയറാരും കൊണ്ടുപോയിരിക്കാൻ പണിയെടുത്തതല്ലേ. പക്ഷെ രാവിലെ പി ഊതാൻ, ഞായറാഴ്ച രാവിലെ പി ഊതാൻ ഈ സഹോദരൻ അവിടെ ഇല്ല. എന്താ വേദോസം എടുത്തുകൊണ്ട് എവിടെ പോവാ? കൂട്ടായ്മയ്ക്ക് പോരും. സാക്ഷ്യം എന്നാന്നറിയാമോ? ഞാൻ പി ഊതാനില്ലാത്ത സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച രാവിലെ സഭായോഗം മുടക്കാതിരിക്കാൻ ഞാൻ ഇവിടെ വരും. പക്ഷെ ഞാൻ പി ഊതാത്തിരിക്കുമ്പോൾ എന്റെ തോട്ടത്തിൽ ഒരു തത്തയെ പോലും ദൈവം അയക്കാറുണ്ട്. അതൊരു വലിയ സാക്ഷ്യമാണ്. അത് അല്ലെന്ന് നിങ്ങൾ തോന്നുന്നു? 100% അത് തന്നെ. നീ എന്റെ കാര്യം നോക്കിയാൽ നിന്റെ കാര്യം ഞാൻ നോക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പയറ് വരെ സൂക്ഷിക്കാൻ ഈ കർത്താവിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. പക്ഷെ എനിക്ക് അഭിപ്രായ ഭിന്നത എവിടെയാണെന്ന് അറിയാമോ? ഈ പയറ് മുഴുവൻ അതുപോലെ എനിക്ക് തന്നതാണ് ദൈവത്തിന്റെ സ്നേഹമെന്ന് വിചാരിച്ചാൽ നീ ഇരിക്കുന്നെങ്കിൽ നിനക്ക് അബദ്ധം പറ്റി. ഈ പയറല്ല കേട്ടോ, ഈ തെങ്ങയിലെ തേങ്ങയുമല്ല കേട്ടോ. പിന്നെയോ തന്റെ ഏകജാതനായ പുത്രനെ. ആ പ്രസന്നം ഭാഷയെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പയറ്, ഒറ്റ പയറ് പോലും ഞായറാഴ്ച തത്ത കൊണ്ടുപോകുന്നില്ല. ആകെപ്പാട് ഇവിടെ 2-3 പയറെ ഞങ്ങളുടെ അമ്മ അങ്ങോട്ട് ഇട്ടു. അത് മുഴുവൻ എന്ത് ചെയ്ത് തത്ത കൊണ്ടുപോയി. അപ്പുറത്ത് കുറച്ച് ചേനയും കുറച്ച് വാഴയും വെച്ച് അത് മുഴുവൻ പന്നിയും കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾ പറയാം, ആരെയാ ദൈവം ആരെയാ സ്നേഹിക്കുന്നത്? പ്രസന്ന സഹോദരനെയാണോ ഞങ്ങളുടെ അമ്മയാണോ? ആരെയാ സ്നേഹിക്കുന്നത്? പറ. അമ്മയെ സ്നേഹിക്കുന്നില്ല. ആരെയാ സ്നേഹിക്കുന്നത്? പ്രസന്ന സഹോദരന് കഷ്ടമുണ്ട്, ദൈവത്തിന് മുഖപക്ഷമുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പല വിശ്വാസികളും. എന്റെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കത്തില്ല, എന്റെ സംഗതികൾ മാത്രം ദൈവം സൂക്ഷിക്കത്തില്ല, ദൈവത്തിന് സ്നേഹമില്ല എന്നൊക്കെ ചോദ്യം. ഒന്ന് സഹോദരങ്ങളെ, പയറ് തരുന്നതും തരാതിരിക്കുന്നതും ഒക്കെ ദൈവത്തിന് ഇഷ്ടം. നിന്നെ പട്ടിണിക്കിടാതെ സൂക്ഷിക്കുമെന്നതാ വാക്ക്. അത് ഈ പയറ് തന്നിട്ടാണെങ്കിലും കൊള്ളാം, തരാതാണെങ്കിലും കൊള്ളാം, നിന്നെ എന്ത് ചെയ്യത്തില്ല, പട്ടിണിക്കിടാൻ ദൈവം വിശ്വസ്തനാ. മനസ്സിലാകുന്നുണ്ടോ? ശാഖഭക്ഷണം കഴിച്ചവനെക്കാട്ടിൽ, ഈ മാംസവും മേൽത്തരം ഭക്ഷണം കഴിച്ചവനെക്കാട്ടിൽ കരുത്തും ഉഷാറുമുള്ളവരായിരുന്നു ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും പച്ചക്കറി മാത്രം കഴിച്ചിട്ടുണ്ടായത്. അവർ പറഞ്ഞു, നിങ്ങൾ വേണേ പരീക്ഷിച്ച് പോയിക്കൊള്ളാൻ പറഞ്ഞു. അവരെക്കാട്ടി കരുത്തന്മാർ ഞങ്ങളായിരിക്കും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നല്ല പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന വീട്ടിലെ കുഞ്ഞുങ്ങളെക്കാട്ടിൽ കരുത്തരാണ് നിന്റെ മക്കളെങ്കിൽ അത് അനുഗ്രഹിക്കപ്പെട്ടതല്ലയോ? ആണോ? അതെ. പക്ഷെ അതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾ കണ്ടെത്തേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? അവൻ തന്നത് പ്രോട്ടീനുള്ള ഭക്ഷണമല്ല, അവൻ തന്നത് പയറും തേങ്ങയും മാങ്ങായും അല്ല, മറിച്ച് തന്റെ ഏകജാതനായ പുത്രനെ തന്നുകൊണ്ടാണ് സ്നേഹം എന്താണെന്ന് പ്രദർശിപ്പിച്ചത്. അതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ എങ്ങനെ സ്നേഹിക്കണം? നമുക്ക് വലിയ നഷ്ടമൊന്നും വല്ലാത്ത എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അല്ലേ നമ്മൾ കർത്താവിനെ എങ്ങനെയാ സ്നേഹിക്കുന്നേ? നമ്മൾ പാട്ട് പാടുമ്പോൾ ഉറക്കെ പാട്ട് പാടും, കൈ അടിക്കുമ്പോൾ ഭാഷ പറയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? കൈ അടിക്കും. ഒരു ഹല്ലേലൂയ പറയാമെന്ന് വെച്ചാൽ 9 ഹല്ലേലൂയ പറഞ്ഞേക്കാന്ന് പറയും. ഇച്ചിരൂടെ ഉറക്കെ പറയാമെന്ന്, മൈക്കെടുത്ത് മാറ്റാം, അതിനെക്കാട്ടി കരുത്തായിട്ട് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അതും പറയും. പലരും ദൈവത്തെ സ്നേഹിക്കുന്നത് പല ഭാഷമാരും ആളുകളെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാമോ? പോരാ. ഒന്നുകൂടെ പറയാമോ? പോരാ. ഒന്നുകൂടെ. ആർക്ക് പോരാന്ന്? കേൾക്കുന്ന ഭാഷക്ക്. അതൊക്കെ പറയാൻ നമ്മൾ എടുക്കണം. നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു. ഭാഷ എത്ര തവണ വേണേലും പറയിപ്പിച്ചോ, ഞാൻ മടുപ്പില്ലാതെ എന്ത് ചെയ്ത് കളയും? ഹല്ലേലൂയ പറഞ്ഞു കളയും.
ആ, നല്ല കാര്യം. ഇതൊന്നും നമുക്ക് ചെലവുള്ള സംഗതികളല്ലാണോ? നിന്റെ മോനെ എനിക്ക് തരാമോ എന്ന് ചോദിച്ചാലോ? നിന്റെ മോനെ ഞാൻ അങ്ങ് എടുക്കുക, അങ്ങനെ പറഞ്ഞാലോ? അപ്പുറത്തെ തോമസ് കുട്ടിയുടെ കുഞ്ഞ് മരിച്ചപ്പം നമ്മൾ ചെന്ന് ആശ്വസിപ്പിച്ചു. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളതിനെ ദൈവം എന്ത് ചെയ്യും? ആദ്യം എടുക്കുക. നമ്മളൊരു കഥയും കൂടെ പറഞ്ഞു കൊടുത്തു. ഒരു തോട്ടക്കാരൻ അവന് ഏറ്റവും ഇഷ്ടമുള്ള പൂ എന്ത് ചെയ്യും? തോട്ടത്തിൽ നിന്ന് അവന് ആദ്യം എടുത്തെടുക്കും. അപ്പൊ നിന്റെ കുഞ്ഞിനെ ദൈവം എന്ത് ചെയ്തു? നമ്മൾ അവനെ പോയി ആശ്വസിപ്പിച്ച് ഇങ്ങനെ ഡയലോഗ് അടിച്ച് അവരെ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. പിറ്റേ ദിവസം വന്ന് കർത്താവ് നമ്മുടെ കൊച്ചിനെ അങ്ങ് എടുത്തു. ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ബോംബിട്ടു നമ്മുടെ കൊച്ചിനെ കർത്താവ് എടുത്തു. നമ്മളിത് പറയൂ, കർത്താവ് എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചതുകൊണ്ട് എന്റെ കുഞ്ഞിനെ കർത്താവ് എടുത്തു നമ്മൾ പറയുമോ? മറ്റവന്റെ കൊച്ചി എത്തപ്പോ നമ്മൾ എന്താ പറഞ്ഞു? ഇതാണ് നമ്മുടെ പുള്ളികള്. നമ്മുടേതൊന്നും നമുക്ക് വിലപ്പെട്ടതൊന്നും പോകാൻ പാടില്ല. നമുക്ക് പ്രിയപ്പെട്ടത് പോകാൻ പാടില്ല നമ്മുടെ കയ്യില്. ഇപ്പൊ ചില പാസ്റ്റർമാരൊക്കെ പഠിപ്പിച്ചിട്ട് ആളുകളോട് പറഞ്ഞു, നിങ്ങളുടെ പോക്കറ്റിലുള്ള പേഴ്സ് ദൈവത്തിന് കൊടുക്കാൻ പോവാം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കൈപൊക്കിക്കുക. ഞാൻ അവസാനം കേട്ടിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കൈപൊക്കിക്കുക. ഇപ്പൊ എല്ലാവരും ആവേശം മൂത്ത് ദൈവത്തെ കൈപൊക്കുക. ചില മിടുക്കന്മാരായ ഉപദേശകർ അങ്ങനെ ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ തെളിവായിട്ട് നിങ്ങളുടെ പോക്കറ്റിലെ പേഴ്സ് എടുത്ത് കൈപ്പിടി. ആ പേഴ്സിനകത്ത് ഏറ്റവും വലുത് ദൈവത്തിന് വേണ്ടി കൊടുക്കുക. പാത്രം വെച്ചിരിക്കുക. മനസ്സില്ല മനസ്സോടെ ആണേലും ഈ രാവിലെ 500 രൂപ നോട്ട് എടുത്ത് പോക്കറ്റ് വെച്ചപ്പോ 2 പ്രാവശ്യം മനസ്സ് പറഞ്ഞത് അത് വേണ്ട അല്ല 5-10 പോക്കറ്റിൽ ഇട്ടോണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ കൂട്ടാക്കിയില്ല. 500 എടുത്ത് ഇനിയിപ്പോ എങ്ങനെ കള്ളം പറയാൻ പറ്റുമോ? 500 എടുത്ത് ഇട്ടു. മനസ്സോടാണോ? അല്ല. പക്ഷെ ഉപദേശി പറഞ്ഞു ദൈവം തരാൻ പോവാ, ചില സാധനങ്ങളൊക്കെ തരാൻ പോവാ, ഇട്ടോ, ഏറ്റവും വലുത് ഇട്ടോ. അവസാനം ഇട്ടതും കൊണ്ട് ഉപദേശി മുങ്ങി. ഉപദേശിക്ക് ഏറ്റവും വലുതെന്ന് ഇടുപദേശി എന്ന് കൂടെ നിന്നവർ പറഞ്ഞിരുന്ന ഉപദേശി എന്താ ചെയ്യും? നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോ കേട്ടപ്പോ എല്ലാവരും എന്ത് ചെയ്തു? 100-ന്റെ 1000-ന്റെ 500-ന്റെ നാളിന്റെ വേറെ സഹോദരന്റെ ഒന്നുമില്ല, കഴുത്തേ കിടന്ന മാല, സ്വർണ്ണമാല, 5 പവന്റെ ഊരി കൈപ്പിടിച്ചിരിക്കുക. കർത്താവിനുള്ള സ്നേഹം പ്രദർശിപ്പിക്കാൻ കൊടുക്കാനുണ്ട്. സന്തോഷത്തോടെ കൊണ്ട് കൊടുത്ത സാക്ഷ്യങ്ങളുണ്ട് കേട്ടോ. അന്നേരം എനിക്ക് തോന്നി ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ തിരിഞ്ഞ് ഉപദേശി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെല്ലാം ഞങ്ങൾ കർത്താവിന് വേണ്ടി ഇട്ടല്ലോ, ഉപദേശിക്ക് ഏറ്റവും വില കൂടിയത് കയ്യിലുള്ളത് ഇങ്ങോട്ടൊന്ന് ഇടാമോ എന്ന് ചോദിക്കാൻ ഒരു ബുദ്ധിയുള്ളവരും ആ കൂട്ടത്തിലില്ല. ഉണ്ടെങ്കിൽ അവിടെ തീരും ഉപദേശിയുടെ ഗ്യാസ്. ഈ സാധനമെല്ലാം എന്ത് ചെയ്യണം? തിരിച്ചിടേണ്ടി വരും. വന്ന കൂടിയ വിലയുള്ള കാർ എന്ത് ചെയ്യണം? തിരിച്ചിടേണ്ടി വരും. മറ്റുള്ളവനെ കൊണ്ട് കൊടുപ്പിക്കുന്ന കാര്യമല്ല. കർത്താവ് വേർത്തനെ കൊണ്ട് കൊടുപ്പിച്ചില്ല. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിന് വേണേ ഗബ്രിയേലിനെ ഉപയോഗിക്കാം, മീകായേലിനെ ഉപയോഗിക്കാം, അനേകരെ ഉപയോഗിക്കാം. ആരെയും ഉപയോഗിച്ചില്ല. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചത് തന്റെ ഏകജാതനായ പുത്രനെയാണ്. ഏകജാതൻ എന്ന് പറഞ്ഞത് ഓർമ്മയോട് ആ സ്നേഹം അങ്ങനെ പ്രദർശിക്കപ്പെട്ടെങ്കിൽ അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി തിരിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ മനുഷ്യർക്ക് കഴിയുമോ സഹോദരങ്ങളെ? കഴിയും. എന്താ തെളിവ്? ആർക്കെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആരാണ്? അബ്രഹാം തന്റെ ഏകജാതനായ പുത്രനെ എന്ത് ചെയ്തു? കർത്താവ് ചോദിച്ചപ്പോ കൊടുത്തോ ഇല്ലയോ? കൊടുത്തു. കർത്താവേ, അങ്ങനെയുള്ള കടുപ്പിടുത്ത ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കല്ലേ. അതായിരിക്കും നമ്മുടെ പ്രാർത്ഥന അല്ലേ? അപ്പൊ കർത്താവ് നമ്മളോട് പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി എന്ത് ചെയ്യണം? നിങ്ങളും തിരിച്ചെന്ത് ചെയ്യണം? കർത്താവിനെ സ്നേഹിക്കണം. കർത്താവ് എങ്ങനെയാ ഇങ്ങോട്ട് സ്നേഹിച്ചത്? തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് 1 യോഹന്നാൻ 4:7 മുതൽ വായിച്ചു. 1 യോഹന്നാൻ 4-ാം അധ്യായം 7-ാം വാക്യം മുതൽ വായിച്ചു. 1-2 വാക്യം കൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. മനസ്സിലായോ പറയുന്നത്? നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന്. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണം? തമ്മിൽ സ്നേഹിക്കണം. സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അപ്പൊ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവെ, എനിക്ക് നിന്നോട് ഒത്തിരി സ്നേഹമുണ്ട് കർത്താവ്, എനിക്ക് നിന്നോട് ഒത്തിരി സ്നേഹമുണ്ട് കർത്താവ്, എനിക്ക് നിന്നോട് ഒത്തിരി സ്നേഹമുണ്ട് കർത്താവ്. 1000 തവണ പറഞ്ഞ് കർത്താവിനെ സ്നേഹം ബോധ്യപ്പെടുത്താൻ പറ്റുമോ?
പറ്റത്തില്ലെന്ന് ആർക്ക് മനസ്സിലായി? പത്രോസിന് മനസ്സിലായി. അവസാനം പത്രോസ് പറഞ്ഞ, കർത്താവേ നീ അറിയുന്നു, എന്റെ ആടുകളെ മേയ്ക്ക്. ചോദന ഏൽപ്പിക്കുക. ആടുകളെ മേയ്ക്കാനാണോ ഭരിക്കാനാണോ? അങ്ങനെ മേയ്ക്കുകയാണ്, ഭരിക്കാന്നല്ലോ. ആടുകളെ മേയ്ക്കുന്ന ഏതെങ്കിലും ഇടയന്മാർ ഇപ്പം നാട്ടിൽ എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? നമ്മുടെ നാട്ടിലെ ആടുകൾ എന്ന് പറഞ്ഞാല് നമ്മളോരോരുത്തരല്ലേ. മേയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം അറിയാം? ആടുകളെ മേയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ പെന്തക്കോസുകാർ, ഞാൻ പെന്തക്കോസുകാരെ പറ്റിയാ പറഞ്ഞത്, അവരുടെ ധാരണ എന്നാന്ന് വെച്ചാൽ ആടുകളെല്ലാം വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കുക, എന്നിട്ട് അവർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുക, അവരെ ശാസിക്കുക, അവരെ തർജ്ജനം ചെയ്യുക, അവരെ കൊണ്ട് കൈയടിപ്പിക്കുക, അവരെ കൊണ്ട് ആരാധിപ്പിക്കുക. ഇതാണ് ഇടയന്റെ പണി, അല്ലേ? അല്ല കേട്ടോ. ആടുകൾക്ക് എന്ത് വേണം? ആഹാരം കൊടുക്കണം. 2, ആടുകളെ സംരക്ഷിക്കണം. വേണ്ടേ? ദുരുപദേശങ്ങളുടെ ഗണിയിൽപ്പെടാതെ ആളുകൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ആടുകൾക്ക് അതിന് വേണ്ടുന്ന ആഹാരം കൊടുക്കണം. അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. മൂന്നാമതൊരു പ്രശ്നം കൂടെ ഉണ്ട്. ചെന്നായ്ക്കൾ വരുമ്പോ നീ ഓടിപ്പോകരുത്. നീ എന്ത് ചെയ്യണം? ആടുകൾക്ക് വേണ്ടി. ഇടയനെ കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ? നല്ല ഇടയൻ. സിംഹം വന്ന് അവന്റെ ആടിനെ പിടിച്ചോണ്ട് പോയാൽ അവനെ ആടിന്റെ ഒരു ചെവിയോ ഒരു കാലോ തിരിച്ചു കൊണ്ടുപോയി യജമാനന്റെ മുമ്പിൽ കാണിക്കണം. അതാണ് ഒരു നല്ല ഇടയൻ. പഴയ നിയമത്തിലെ വാക്യം എനിക്ക് പറഞ്ഞത്. എന്താ കാര്യം എന്നറിയോ? ആടിനെ സിംഹം പിടിച്ചാൽ ഓടി രക്ഷപ്പെടുകയല്ല ചെയ്യുന്നത്, മറിച്ച് സിംഹത്തിന്റെ വായിൽ നാടിനെ രക്ഷപ്പെടുത്താൻ അവസാന ശ്രമവും ഞാൻ നടത്തി എന്നുള്ളതിന്റെ തെളിവായി ഒന്നുകിൽ അതിന്റെ ചെവി ഒരെണ്ണം നിന്റെ കയ്യിലിരിക്കണം, ചെവിയിലല്ലേ പിടി വരുള്ളൂ, അല്ലെങ്കിൽ കാലിന് പിടിക്കും. നീ ഏതിനെയാണോ പിടിച്ചിരിക്കുന്നത് അത് മുറുക്ക പിടിക്കണം മോനെ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു ഉപദേശമുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ കർത്താവ് നമ്മുടെ നല്ല ഇടയനായി വന്ന് എന്താ ചെയ്തെന്നറിയാമോ? അവൻ ചെന്നായ്ക്കൾ വരുമ്പോ ഓടുകയല്ല ചെയ്തത്, തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി വെച്ചു തരിക. അപ്പൊ കർത്താവിന്റെ വചനം നമ്മളെ ഇവിടെ അപ്പസ്തോലൻ പഠിപ്പിക്കുന്നത് കൂട്ടു സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് ദൈവത്തെ. അപ്പൊ ആരെയാ സ്നേഹിക്കണം? അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചു, നിങ്ങൾ സ്നേഹത്തിന്റെ ലിസ്റ്റ് എഴുതുമ്പോൾ ആരുടെയൊക്കെ പേരുണ്ടെന്ന് വിഷയം കിട്ടിയോ? അപ്പൊ സകല മനുഷ്യരെയും കാണപ്പെട്ട സഹോദരൻ ഏതാ? എന്താ കാണപ്പെട്ട സഹോദരൻ എന്ന് പറഞ്ഞ? കല്ലിങ്ക കിടക്കുന്ന പ്രസന്ന സഹോദരനാണ്. പുള്ളിയെ കാണണമെങ്കിൽ ഞായറാഴ്ച കാണുന്നു. പിന്നെ കാണപ്പെട്ട സഹോദരൻ ഏതാ? എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന ആരെയാ? ഒന്ന് വീട്ടിലുള്ളവര്, 2 വീട്ടിന് പുറത്തോട്ടിറങ്ങുമ്പോൾ കാണുന്നത്. അങ്ങനല്ലേ? അവരെ സ്നേഹിക്കാൻ കഴിയാത്ത നീ ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ട് പോലും ഇല്ലെന്ന് വിചാരിക്കും. അപ്പൊ ഈ സ്നേഹം കവചമാകുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? നമുക്ക് ചുറ്റും കാണുന്ന സകല മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ. എങ്ങനെ സ്നേഹിക്കണം? തനിക്കുള്ളത് മുഴുവൻ കൊടുത്തുകൊണ്ട്, തന്റെ ഏകജാതനായ പുത്രനെ തന്നുകൊണ്ട് സ്നേഹം പ്രദർശിപ്പിച്ച ആ ദൈവം സ്നേഹിച്ചതുപോലെ, ദൈവം ആവശ്യപ്പെട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്റെ മകനെ തന്നോണ്ടാണ്. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? നിങ്ങളെ തന്നെ സമ്പൂർണ്ണമായി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തുകൊണ്ടായിരിക്കണം. നിങ്ങളുടെ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്തുകൊണ്ടല്ല സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കുന്നത് എപ്പോഴും ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ടാ. അവനെ സ്നേഹിച്ചിട്ട് എനിക്കെന്നാ ഗുണം? ഇതല്ലേ നമ്മുടെ ചോദ്യം. മക്കളെ സ്നേഹിക്കുന്നത് പോലും പല അപ്പനും അമ്മയും ലാഭനഷ്ടങ്ങളുടെ കണക്ക് വെച്ചിട്ടാ. ഏറ്റവും കൂടുതൽ മക്കളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മോനേതാ? ഏറ്റവും കൂടുതൽ അപ്പനും അമ്മയ്ക്കും ഗുണമുള്ള മോനോടാണ് ഏത് അപ്പനും അമ്മയ്ക്കും. ലാലിക്ക് അത് മനസ്സിലാകത്തില്ല. കാരണം ലാലിക്ക് ആകപ്പാടെ ഒരാളെ ഉണ്ട്. ഈ ഗുണം ചെയ്താലും ഗുണം ചെയ്തില്ലാലും എന്ത് ചെയ്യണം? അവളെ തന്നെ സ്നേഹിച്ചേ പറ്റൂ, വേറെ ആരുമില്ല. പക്ഷെ പ്രസന്ന സഹോദരനും എനിക്കും അങ്ങനല്ല. ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അങ്ങനെ അല്ലായിരുന്നു. ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും 2-3 മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഏറ്റവും അവരോട് ഇങ്ങനെ ചേർന്ന് നിന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്നോട് മാത്രം എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരു സ്നേഹമില്ലെന്ന്. ചേർന്ന് നിന്ന് വർത്താനം പറയുന്ന 2 അടിച്ചേച്ച് വന്നാലും മമ്മിയും എന്ന് പറഞ്ഞ് പറ്റിയിരിക്കുന്ന ചേട്ടനോട് ഭയങ്കര സ്നേഹം. എന്നോട് മാത്രം ഇതൊക്കെ എന്റെ സങ്കടങ്ങളാണ്, ഭയങ്കര സങ്കടമാണ്. എന്റെ പിള്ളേരും ഇപ്പം പറയുക, കുറച്ച് ഇപ്പം പറയാൻ തുടങ്ങിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും പറയും, അപ്പായിക്ക് എന്നെക്കാട്ടിൽ ഇട്ടോ അച്ചാച്ചനെ അല്ലയോ എന്ന് പെണ്ണ് പറയും. അപ്പൊ ചെറുക്കൻ എന്നെ പറയും, എന്നെക്കാട്ടിലും പപ്പായിക്ക് മമ്മി അവളെ അല്ലേ. അങ്ങനെ വല്ലതും നിങ്ങളുടെ മക്കൾ പറയാറുണ്ടോ? ലാലിയോടല്ല, ലാലിക്ക് ഒരാളെ ഉള്ളു, അതുകൊണ്ട് അറിയത്തില്ല. പ്രസന്ന സഹോദരന്റെ 3 മക്കളിൽ ആരെയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അറിയത്തില്ല. പിള്ളേരോട് ചോദിച്ചില്ലായിരുന്നു, പ്രിൻസേ ആരോടെ അപ്പനും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം? ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ അവരെ എടുത്ത് വിഷമിക്കുന്നത്. വേണ്ട, പറയണ്ട, പിന്നെ അത് പ്രശ്നമാവും. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നേഹത്തിന് എന്തുണ്ട്? ഇതാരും എല്ലാവരും എനിക്ക് തുല്യരാണെന്നോ ആരും പറഞ്ഞ് എടുക്കരുതെന്നോ വേണ്ട. നമ്മുടെ സ്നേഹത്തിനൊക്കെ എന്ത് ചെയ്യും? ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരോടെന്ന് അറിയാമോ? നമ്മളെപ്പോഴും പറഞ്ഞ അന്നേരം അനുസരിക്കുന്ന മോനോട് നമുക്ക് ഒത്തിരി ഇഷ്ടം, അല്ലയോ? പറഞ്ഞ അനുസരണം ഇല്ലാത്തതിനോട് ഇച്ചിരി സ്നേഹം കുറവാ.
പക്ഷേ അങ്ങനെയല്ല, കർത്താവ് അങ്ങനെയല്ല. അവൻ എല്ലാവരെയും എന്ത് ചെയ്തു? ഒരുപോലെ സ്നേഹിച്ചു, തുല്യമായി സ്നേഹിച്ചു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത, ദൈവം പറയുന്നു, ദൈവം തന്നെ നമുക്ക് വേണ്ടി തന്നുകൊണ്ട്, അത് എപ്പോഴും നാം ശത്രുക്കളായിരിക്കുമ്പോൾ, നാം അവൻ ഏറ്റവും ഇഷ്ടമല്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോഴാണ് അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെയും കൂടി വെച്ച് തന്നാണ് നമ്മളെ സ്നേഹിച്ചത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വേണം നമ്മൾ ആരെയും സ്നേഹിക്കാൻ. നമുക്ക് തെക്ക് വശത്ത് നിൽക്കുന്ന നങ്ങേലിയെക്കാട്ടിൽ ഇഷ്ടം നമുക്ക് വടക്ക് വശത്ത് നിൽക്കുന്ന മറിയാമ്മയോടാണ്. കാരണം മറിയാമ്മ മാങ്ങ പഴുക്കുമ്പോൾ 3-4 മാങ്ങ നമുക്ക് കൊണ്ട തന്നതാ. നങ്ങേലിയുടെ വീട്ടിൽ ചക്കയും മാങ്ങയും ഒക്കെ പഴുത്തിട്ട് ഒരെണ്ണം പോലും നമുക്ക് തന്നില്ല. അപ്പൊ മാങ്ങ തരുന്ന മറിയാമ്മയോടാണോ ഇഷ്ടം കൂടേണ്ടത്? തേങ്ങായും മാങ്ങായും പ്രാവും അത് എല്ലാം ഉണ്ടായിട്ട് ഒരു ചെറിയ കപ്പകഷ്ണം പോലും തരാത്ത നങ്ങേലിയോടാണ് ഇഷ്ടം വരേണ്ടത്. ആരോടാ നമുക്ക് ഇഷ്ടം വരേണ്ടത്? വാങ്ങാതിരുന്നത്. ഇതാണ് നമ്മുടെ സ്നേഹത്തിന്റെ പ്രത്യേകത. വല്ലതും കിട്ടുന്നവരോട് അങ്ങോട്ട് കാണിക്കുന്ന പ്രകടനത്തെ നമ്മൾ സ്നേഹം എന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അതല്ല കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അടുത്ത ആഴ്ച പഠിക്കാം. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം 1 വായിച്ച് 7 മുതൽ 14 വരെ വായിക്കാം. അതോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പൊ ഈ കവചം ദൈവത്തിൽ നിന്നാണ് കെട്ടേണ്ടത്. ഇത് അന്യോന്യം സ്നേഹിക്കുമ്പോഴാണ് ഇത് കവചമായി നമ്മുടെ ശരീരത്തുണ്ടാകുന്നത്. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയുന്നു, രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റിട്ട് ഉടുത്തിരിക്കുന്ന കൈലി ഉടുത്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തിയിട്ട് കട്ടിലേന്ന് എഴുന്നേറ്റ് സമക്ഷത്തേക്ക് വരാൻ നീ കാണിക്കുന്ന താല്പര്യമുണ്ടല്ലോ. നീ ഇട്ടിരിക്കുന്ന വസ്ത്രം പ്രോപ്പറായിട്ട് ശരിയായിട്ട് നീ ആഗ്രഹിക്കുന്ന അളവിൽ തന്നെ അത് അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നീ യാത്ര ചെയ്യാൻ ശ്രമം നടത്തുന്ന ആ ശ്രമമുണ്ടല്ലോ, ആ ശ്രമത്തെക്കാട്ടിൽ ഗൗരവമായി ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഏത് സുബോധമുള്ളവനായിട്ടിരിക്കണമെങ്കിൽ സ്നേഹം എന്ന കവചം ഞാൻ ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അത് രാവിലെയും ഉറപ്പുവരുത്തണം, ഉച്ചയ്ക്കും വരുത്തണം, വൈകിട്ടും വരുത്തണം. എന്തിന് തിരുവെഴുത്ത് പറഞ്ഞത്? എഴുതി ഒരു കടലാസിൽ എഴുതി നെഞ്ച തൊട്ടിച്ചു വെച്ചുകൊണ്ട് നടന്നാലും അത് നീ ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കണം. കയ്യെ കെട്ടിത്തൂക്കിയിട്ടാണെങ്കിലും ഉറപ്പ് വരുത്തണം. ഈ സ്നേഹം തന്നെയാണ് ഞാൻ കവചമായത്. ഏത് സ്നേഹം? ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹം. തന്റെ ഏകജാതനായ പുത്രനെ തരാൻ തക്കവണ്ണം മനസ്സോടെ എന്നെ സ്നേഹിച്ച ആ സ്നേഹം. അങ്ങനെ തന്നെ എന്റെ ഇടത്തും വലത്തും താമസിക്കുന്നവർ, മുന്നിലും പിറകിലും താമസിക്കുന്നവർ, ഞാൻ കണ്ണുകൊണ്ട് കാണുന്ന സകല സഹോദരങ്ങളോടും ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതാണ് സുബോധം എന്ന് പറയുന്നത്. അത് ഉറപ്പ് വരുത്താത്തവനൊക്കെ എന്ത് ചെയ്യാണെന്ന് അറിയാമോ? ഉറങ്ങിക്കിടക്കുക. ആരെ പോലെ? മരിച്ചവരെ പോലെ. ആരാ മരിച്ചവർ? ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് യാത്ര ചെയ്യുന്നവർ. അവരെ പോലെ തന്നെയാ നീയും പോകുന്നത്. അതുകൊണ്ട് നിന്നെ സുബോധമുള്ളവനെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ ഉണർന്നിരിക്കുന്നവരെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നിന്റെ ദേഹത്ത് എന്തില്ല? കർത്താവ് സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്ന കവചം നിന്റെ ശരീരത്തിൽ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിന്നെ കർത്താവിന് ആരെ പോലെ കാണാൻ പറ്റത്തുള്ളൂ? മരിച്ചവരെ പോലെ കാണാൻ പറ്റത്തുള്ളൂ. ഒന്ന് സഹോദര, മരിച്ചവരുടെ നീ എന്ത് ചെയ്യണം? ഈ കവചം ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്ത്. ഈ വസ്ത്രമല്ല, ഈ സ്നേഹം എന്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്ത്. ദൈവം എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നു. അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമാണ് എനിക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവനെ കൊണ്ട് ഇത് പറ്റത്തുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവനെ കൊണ്ട് ഇത് പറ്റത്തുള്ളൂ. പണ്ടൊരു ചെറുക്കനും ഒരു പെണ്ണും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കം. സ്നേഹത്തിന്റെ ബലപേശുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അത്ര നീ എന്നെ സ്നേഹിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാത്തിലും കൂടെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ എന്തും ചെയ്യും, നീ എന്ത് പറഞ്ഞാലും ചെയ്യും. എന്നാ നീ ആറ്റിലോട്ടൊന്ന് ചാടിക്കേ. എടുത്ത് ചാടി അവൻ ആറ്റിലോട്ട്. അങ്ങനെ നടന്നു. പണ്ടൊരു സിനിമയ്ക്കകത്ത് കണ്ട കഥയാണ്. നമ്മുടെ നാട്ടിലെ കഥയൊന്നുമില്ല. ആ പെണ്ണിനോട് സ്നേഹം ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നതിന് പിന്നെ എന്നാ ചെയ്യുന്നു? എടുത്ത് ആറ്റിച്ചാടി. എന്തും. അപ്പൊ പെമ്പിള്ളാരെ സ്നേഹിച്ച അവരെന്താവശ്യപ്പെട്ടാലും നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. അല്ലേ ഫ്രണ്ട്സേ? ജർണേ ചെറുപ്പക്കാരോ ആമ്പിള്ളാരോട് ചോദിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പെമ്പിള്ളാരോ? പെമ്പിള്ളാര് ചിലരുണ്ട്, ചിലര് തേച്ചു പോകും, അല്ലയോ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ സ്നേഹത്തിന്റെ പ്രത്യേകത എന്നറിയോ? സ്നേഹത്തിന്റെ പ്രത്യേകത, സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താവശ്യപ്പെട്ടാലും കൊടുക്കുക ആണോ? അങ്ങനെയാണെങ്കിൽ കർത്താവ് ആവശ്യപ്പെടുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിന്റെ അയൽവക്കക്കാരെ നീ സ്നേഹിക്കുക. അപ്പൊ കർത്താവിനോട് നമുക്ക് സ്നേഹമുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് വെച്ച് ഞാൻ വേണേ എല്ലാ ഞായറാഴ്ച നമുക്ക് സ്നേഹ സൽക്കാരം നമ്മുടെ ഓരോ സഹോദരങ്ങളാണ് അല്ല. ഇന്ന് സ്നേഹ സൽക്കാരം, ഇന്ന് നിശ്ചയ, അടുത്ത ആഴ്ച ലാലി സൗകര്യം അവിടുത്തെ സ്നേഹ സൽക്കാരത്തിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഈ അയലോകക്കാരനെ സ്നേഹിക്കാനും വർത്താനം പറയാനും ഒന്നും ഭാഷ പറയാം. അത് ഞാൻ വേണേ എല്ലാ ഞായറാഴ്ചത്തെ സ്നേഹ സൽക്കാരം ഞാൻ അങ്ങേറ്റു.
ബുദ്ധിമുട്ടില്ലല്ലോ, എല്ലാം ഞാൻ. പക്ഷെ നമുക്ക് ഏതാ ബുദ്ധിമുട്ട്? തൊട്ടപ്പുറത്ത് താമസിക്കുന്നവനെ ഈ പറയുന്ന പോലെ സ്നേഹിക്കണം എന്ന് പറയുന്ന കാര്യം മാത്രം എന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് തുറന്ന് നിഷ്കളങ്കമായി പറയാൻ കഴിയുന്നവർ നമ്മുടെ കൂട്ടായ്മയിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് കേൾക്കാത്തത്. ഉണ്ടായിരുന്ന നിഷ്കളങ്കമായി പറയുന്നവരുണ്ടായിരുന്നത് കേട്ടനെ. നമ്മുടെ കൂട്ടായ്മയിലുള്ളവര് ഇത് ഉള്ളുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ എന്നാ പറഞ്ഞാലും ഭാഷ കേൾക്കണ്ട, ഞാൻ ഉള്ളു പറയും. കർത്താവ് എന്നാ പറഞ്ഞാലും അത് മാത്രം എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് മാത്രം എന്നെ കൊണ്ട് പറ്റത്തില്ല. അവൻ എന്നോട് ചെയ്തത്, അവൾ എന്നോട് ചെയ്തതൊക്കെ ഉണ്ടല്ലോ, ആ ആ അത് മാത്രം പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൾ മരിക്കുന്നതിന് മുമ്പ് പോയി ക്ഷമ ചോദിക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അയലോക്കത്ത് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് തൊട്ട അയലോക്കത്ത് പിണങ്ങിയിരിക്കുന്ന മറ്റൊരു വിശ്വാസിയോട് ക്ഷമ ചോദിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ചോദിക്കാൻ ചെന്നാൽ അവർ ദേഷ്യപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ് ക്ഷമ ചോദിക്കാൻ പോകാഞ്ഞത്. അയ്യോ, അവര് ദേഷ്യപ്പെടുന്ന കാര്യം നീ എന്തിനാ നോക്കുന്നത്? നീ ചോദിച്ചാൽ പോരെ, നീ അങ്ങ് സ്നേഹിച്ചാൽ പോരെ. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കാം, ഇങ്ങോട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് വെച്ചോണ്ടിരിക്കുന്ന സാധനത്തിന്റെ പേര് ദൈവത്തിന്റെ ഭാഷയിൽ സ്നേഹമല്ല. അതിവിടുത്തെ നായ്ക്കളും ചെയ്യും. ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, എന്റെ വീട്ടിൽ വളർത്തുന്ന 2 നായ്ക്കളും എന്നെ കണ്ട വാലാട്ടി ഓടി അടുത്ത് വരും. അതെന്തുകൊണ്ടാണ് വരുന്നത് അറിയോ? ഞാനതിന് ആഹാരം കൊടുക്കുന്നുണ്ട്. ഞാൻ കൂടുതലായി കരുതുന്ന എന്റെ മക്കളിൽ ആർക്കാണോ ഞാൻ കൂടുതൽ കരുതൽ കൊടുക്കുന്നത് അവരെന്നെ ഒരുപാട് സ്നേഹിക്കും. നാട്ടുകാരും അങ്ങനെ തന്നെ. ഞാൻ എന്തോ അങ്ങോട്ട് കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും അവരെന്നോട് ഇങ്ങോട്ടും റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ തിരുവെഴുത്ത് പറയുന്ന പോലെ അങ്ങനല്ല. അവർ നിന്നോട് എങ്ങനെ ഇടപെടണമെന്ന് നീ വിചാരിക്കുന്നു, അങ്ങനെ നീ എന്ത് ചെയ്യണം, അങ്ങോട്ട് ഇടണം. അത് മനുഷ്യന്റെ നൈസർഗിക സ്വഭാവം. നീ എങ്ങനെ ഇടപെടുന്ന പോലെ തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ. എങ്ങനെ? എന്റെ ഏകജാതനായ മകനെ വരെ ഞാൻ നിനക്ക് വേണ്ടി തന്നതുപോലെ. അങ്ങനെ ആരെ സ്നേഹിക്കണം? കാണപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാകണം. കാണപ്പെട്ട സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഞാൻ ഇനിയും വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളുടെ അയൽവക്കത്ത് ചുറ്റുവട്ടത്തുള്ളവർ ആരെങ്കിലും ആരോടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്നേഹിക്കുന്ന വേണ്ട, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദ്യം ചോദിച്ചാൽ നമുക്ക് അവരെ കൊണ്ട് നിങ്ങളെ സ്നേഹിപ്പിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അവരാരും ഉയർപ്പിക്കപ്പെട്ടവരല്ലല്ലോ. മനസ്സിലായി? നമ്മളോ ഉയർപ്പിക്കപ്പെട്ടവരാ. നമുക്കാണ് കൽപ്പന എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ചുറ്റുവട്ടത്ത് ഒരാൾ പോലും എന്നോട് പിണങ്ങിയിരിപ്പില്ല. അഥവാ ആരെങ്കിലും അവരെന്നോട് ഇങ്ങോട്ട് സ്നേഹിക്കാതെ പിണങ്ങിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ പോയി അവരോട് അങ്ങോട്ട് ഇണങ്ങിയും അവരോട് അതേ സ്നേഹത്തിൽ ആ സ്നേഹബന്ധം നിലനിർത്താൻ ഞാൻ പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ളവർ കൈവക്കാമോ? അല്ല, വേണ്ട. കള്ളത്തരായി കഴിഞ്ഞാൽ കർത്താവ് ചുറ്റിക്കും. വെറുതെ കള്ളത്തരം പറയുന്നത് ലാലിസൗകര്യം. എന്റെ അയൽവക്കത്ത് ഒരാൾ പോലും എന്നോട് പിണങ്ങിയിരിക്കുന്നില്ല. ഞാൻ അവരെ സ്നേഹിക്കുന്നത് കർത്താവ് എന്നെ സ്നേഹിക്കുന്നത് പോലാണെന്ന് പറയാൻ പറ്റുമോ? എനിക്കുള്ളത് അവർക്ക് കൊടുത്തുകൊണ്ട്, അവരിൽ നിന്നൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. കഴിയും, നാളെയും കഴിയും എന്ന് പറയാൻ കഴിയുന്നവരുണ്ടോ? ഇല്ലെങ്കിൽ കഴിയണം. ഇതിനെയാണ് കവചമായി ധരിക്കുക എന്ന് പറഞ്ഞത്. ഇത് ഉറപ്പ് വരുത്തണം. എനിക്ക് പറ്റുന്നുണ്ടോ? അവരിന്ന് ഇങ്ങോട്ട് കിട്ടുന്നതല്ല കേട്ടോ. അവരിന്ന് ഇങ്ങോട്ട് കിട്ടിയോ ഇല്ലെന്നുള്ളതല്ല നമ്മുടെ വിഷയം. അവര് കൃഷിയുടെ വിളവെടുത്തപ്പോ എനിക്ക് വല്ലതും കൊണ്ട് തന്നായിരുന്നോ? അവരുടെ പിള്ളേർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു മുട്ടായി പോലും തന്നില്ല. അപ്പൊ പിന്നെ നമ്മുടെ പിള്ളേരും ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്ത് ചെയ്യട്ടാ? ഒരു മുട്ടായി കൊടുക്കണ്ടോ? വേറെ അറിയുന്നില്ല. നമ്മളെ അവരെ വെച്ച് വന്നപ്പോ നമുക്ക് വല്ലതും തന്നായിരുന്നു ഇല്ലല്ലോ. വേണ്ട. ഇങ്ങനെയാണോ? അത് നാട്ടുകാരും ചെയ്യുന്ന അങ്ങനെ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തുപകാരം? നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്തുപകാരം? അടുത്ത വാക്കാന്ന്, പാപികളും അങ്ങനെ തന്നെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുന്നവർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ നീയും അങ്ങനെ തന്നെ ചെയ്യുന്നെങ്കിൽ നീ അവരുടെ കൂടെ പോയി ഉറങ്ങുക. ഉണർന്നിട്ടില്ല. അപ്പൊ നീ സുബോധമുള്ളവനാകണം. ഈ സുബോധമാണ് വേണ്ടി. കർത്താവ് ഞാൻ ആരാണ്? ഞാൻ സ്നേഹം എന്ന കവചം ധരിച്ചിരിക്കുന്നു. സുബോധമുള്ളവനെ കൊണ്ടേ കവചം ധരിച്ചോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. സുബോധം നഷ്ടപ്പെടുമ്പോഴാണ് കൊടുത്തിരിക്കുന്ന തുണിയൊക്കെ നമ്മുടെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ സുബോധം പോകും. ശരിയല്ലേ? അന്നേരം കൊടുത്തിരിക്കുന്ന കയ്യിലൊക്കെ പ്രോപ്പർ ആണെന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അല്ല, ചത്ത് കഴിയുമ്പോഴും സുബോധം പോകും. അപ്പൊ പിന്നെ നമ്മളെ ആരും ഉടുപ്പിക്കും? മറ്റുള്ളവർ ഉടുപ്പിക്കും. അപ്പൊ ഉടുപ്പൊക്കെ കറക്റ്റ് ആണോ? ചത്ത് കിടക്കുന്ന അപ്പനെ ഉടുപ്പൊക്കെ ഇങ്ങോട്ടൊന്ന് ചാക്കലം ചുളുങ്ങിയിരുന്ന മക്കളോ മത്സരിച്ചാ വന്ന അപ്പന്റെ ഉടുപ്പ് നേരെയാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞാൻ നാളെ ചത്ത് കിടക്കുമ്പോ നാളെ ചത്ത് കിടക്കുമ്പോൾ നിങ്ങൾ പോയിക്കോളും കേട്ടോ. എന്റെ 2 പിള്ളേരും എന്റെ ഭാര്യ ഇങ്ങനെ അടുക്കലിരിക്കും. എന്റെ ഉടുപ്പെങ്ങാനും ഇങ്ങനെ ഒരു ശക്കലം വന്ന് ചരിഞ്ഞാൽ പെട്ടെന്ന് അവർ വന്നത് എന്തൊരു സ്നേഹമാ. എന്റെ ഉടുപ്പ് നേരെയാക്കിയിടുന്ന എന്റെ മുഖത്തെങ്ങാനും ചിലപ്പം ഫ്രീസറിനകത്ത് കൊണ്ട് വെച്ചിട്ടായിരിക്കും. അപ്പൊ വിയർപ്പൊക്കെ ഇങ്ങനെ, വിയർപ്പല്ലത് ഐസ് വെള്ളം ഇങ്ങനെ കിനിയുന്നുണ്ട്. ഉടനെ പഞ്ഞി എടുത്തോണ്ടോടാ, തുണി എടുത്തോണ്ടോടാ, ഒപ്പി പൗഡർ. എന്തൊരു സ്നേഹമാ ചത്ത് കിടക്കുന്ന ശവത്തോട്. എവിടെ
എന്നിട്ട് ഞാൻ ഇതുവരെ ഉടുത്തിരിക്കുന്ന കറക്റ്റ് ആണോ എന്ന് നോക്കാൻ ആരും വന്നിട്ടില്ല. ചത്ത് കിടക്കുമ്പോഴാണ് അവൻ നോക്കുന്നത് ഉടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എനിക്ക് ഈ കവചം ഉണ്ടോ നിങ്ങൾ ആരും നോക്കാറുണ്ടോ? ഏത് കവചമാണ്? ഈ സ്നേഹം എന്നൊക്കെ പറയുന്ന കവചം എന്റെ ദേഹത്തുണ്ടോ എന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് എല്ലാം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കത്തുള്ളൂ. അങ്ങനല്ല, നമ്മൾ ഉറപ്പുവരുത്തണം. അത് നമ്മുടെ ജോലിയാ. ഏത്? എനിക്ക് മറ്റുള്ളവരെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണമാണ് ഞാൻ നടത്തിയത്. അപ്പൊ ഞങ്ങളുടെ അമ്മ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, നീ ചത്താലും ചത്തില്ലേലും എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, സ്നേഹമാണ്. മമ്മിക്കില്ലേ? അവള് നോക്കുന്നുണ്ട്. ഓക്കെ, അത് ശരി. ശരി, അത് കറക്റ്റാ. അപ്പൊ അവള് നോക്കുന്നുണ്ട്, അത് കറക്റ്റാ. അപ്പൊ ഞാൻ ചോദിച്ചെന്തോ, എന്നെ സ്നേഹിക്കുന്നു ഉണ്ട്, അവള് സ്നേഹിക്കുന്നുണ്ട്, കറക്റ്റാ. പക്ഷേ അതൊക്കെ നമ്മളെല്ലാരും അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം അല്ലയോ? എല്ലാ ഭർത്താക്കന്മാരും ഹൃദയത്തിൽ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ്, എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആണോ ഇല്ലയോ? കള്ളം പറയില്ലേ? എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അത് ഞാൻ ആദ്യം ഉറപ്പുവരുത്തും. വരുത്തോ ഇല്ലയോ? എല്ലാ ഭർത്താക്കന്മാരും ഉറപ്പുവരുത്തും. എന്നാൽ തിരിച്ച് ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് വരുത്തുന്നുണ്ടോ? അവിടെ ഒരു പ്രശ്നം. പിന്നെ ഉണ്ടല്ലോ പിന്നെ അവർക്ക് എന്താ പറഞ്ഞ് ഞാൻ പഠിച്ചു കൊടുത്തു. അങ്ങനല്ല, നമ്മളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അവളുടെ ഇഷ്ടങ്ങൾക്ക് എന്റെ ഇഷ്ടങ്ങളെ മരിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മരിപ്പിച്ചുകൊണ്ട് അവളുടെ ഇഷ്ടം നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ആയി തീരാൻ കഴിയുന്ന ഭാവം നമ്മളിൽ ഉണ്ടാകാറുണ്ടോ? ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. സമയം മുന്നോട്ട് പോകുന്നല്ലോ. അപ്പൊ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, പകലിനുള്ളവരായിട്ട് നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. കള്ളൻ എന്ന പോലെ കർത്താവിന്റെ വരവ് നിങ്ങൾക്കുണ്ടാകാൻ തക്കവണ്ണം നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല. നിങ്ങൾ സുബോധമുള്ളവരാണ്, പകലിനുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് സുബോധമുള്ളവരായിട്ട് ഇരിക്കേണ്ടത്? വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സുബോധമുള്ളവനായിട്ടിരിക്കേണ്ടത്. അപ്പൊ ഈ ധരിക്കപ്പെടേണ്ട തലയിലേതും ശരീരത്തേതുമായിട്ടുള്ള ധരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ 1 വിശ്വാസം, 2 സ്നേഹം, 3 പ്രത്യാശ. ഇത് തന്നെ പിന്നീട് പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹം, വിശ്വാസം, പ്രത്യാശ, ഇവയിൽ വലുതോ? ഇതാണ് നിലനിൽക്കുന്നത്. ഇത് നീ ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇത് ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുമ്പോഴാണ് നീ ആരാണെന്ന് പറയുന്നത്. നീ സുബോധമുള്ളവരാണെന്ന് പറയുന്നത്. സുബോധമുള്ളവൻ എന്ന് പറയുന്നത് ഇത് 3 ഞാൻ ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മള് സുബോധം നഷ്ടപ്പെട്ടെന്ന് ആരെയാ പറയുന്നേ? എന്റെ ഭാഷ ഒരു ബോധവും ഇല്ല, ദിനം വന്ന ആശുപത്രി ബോധമൊന്നുമില്ല കേട്ടോ, ബോധമൊന്നുമില്ലെന്ന് ആളുകളാണ്. നമ്മൾ പറയുന്നത് അങ്ങോട്ട് കേൾക്കാതെ വന്നപ്പോഴാ നമുക്ക് മനസ്സിലായ ആളിന് എന്തില്ല, ബോധമില്ലെന്ന്. ഇനി വേറെ 2 അടിച്ച് ഫിറ്റായിട്ടൊന്നും അടിച്ച് പെരുത്ത നടക്കുന്ന ഒരു ബോധവും പൊക്കണോ ഇല്ലാതെ നടക്കുന്നത്. അപ്പൊ അടിച്ച് പെരുത്ത് നടക്കുന്നവനെ നമ്മൾ എന്തായി പറയും? ബോധവും പൊക്കണോ ഇല്ലാത്തവനെന്ന് പറയും. വണ്ടി ഇടിച്ചിട്ട് അബോധാവസ്ഥയിൽ കിടക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ട് മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വന്ന് കിടക്കുമ്പോൾ അവനെ നോക്കിയിട്ട് നമ്മൾ എന്ത് പറയും? നമ്മളെ വിളിച്ചിട്ട് ഉത്തരം തരാത്തതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ബോധമില്ലാന്ന് അവരെ അല്ല പറയേണ്ടത്, സുബോധമില്ലെന്ന് ആരെയാ പറയേണ്ടത്? ഇതുവരെ പഠിച്ചതനുസരിച്ച് സുബോധമില്ലെന്ന് ആരെയാ പറയേണ്ടത്? പിശാച് വിശ്വസിക്കുന്ന വിശ്വാസം ചുമന്ന് നടക്കുന്നവൻ സുബോധമില്ലാത്തവനാണ്. പിന്നെ അബ്രഹാമിന്റെ വിശ്വാസം തെളിവായി പറഞ്ഞിട്ട് കൂട്ടു സഹോദരന് വിശന്നാൽ, മുട്ടിയിരുന്നാൽ, അല്ലെങ്കിൽ വസ്ത്രമില്ലാതെ നഗ്നനായിരുന്നാൽ അവനെ ഉടുപ്പിക്കുന്നതാണ്. അതായത് പ്രവൃത്തിയുള്ള വിശ്വാസം. ആ വിശ്വാസം കവചമായി ധരിച്ചിരിക്കുന്നവനെ നോക്കിയാൽ നിങ്ങൾ എന്ത് പറയാവും? സുബോധമുള്ളവന്. സ്നേഹം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കുകയും അങ്ങനെ തന്നെ മനുഷ്യനെ സ്നേഹിക്കുകയും അയൽവക്കാരെ സകല മനുഷ്യരെയും അതുപോലെ സ്നേഹിക്കുന്ന, പാർഷ്യാലിറ്റി ഇല്ലാതെ ഒരുപോലെ സ്നേഹിക്കുന്ന ആളുകളെ നോക്കി വേണം നിങ്ങൾ എന്ത് പറയേണ്ടത്? സുബോധമുള്ളവനെന്ന് പറയേണ്ടത്. ഇപ്പം നിങ്ങൾ എന്നെ നോക്കി അത് പറയുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും ഞാനൊന്ന് ശ്രമിക്കാൻ പോവാം. അടുത്ത ആഴ്ച നിങ്ങൾ എന്നെ നോക്കി പറയണം പാർശ്വ സുബോധമുള്ളവനാണെന്ന്. പറയണമെങ്കിൽ നിങ്ങൾ എന്താ കാണണം? എന്നിൽ ഈ പറയപ്പെട്ട വിശ്വാസം എന്ന കവചമുണ്ടോ? സ്നേഹം എന്ന കവചമുണ്ടോ? ഇടിവെട്ട് പോയോ എന്ന് വെക്കുന്നവനാണോ? ആണെങ്കിൽ ഇവന് പ്രത്യാശ ഇല്ലല്ലോ. യുദ്ധം മുറുകുന്നു, എന്നാ ചെയ്യും? പെട്രോളിന്റെ വില കയറുന്നു, ഗ്യാസിന് വില കൂടുന്നു, എന്താ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുന്ന ഇരിപ്പാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ എന്ത് നിഗമനത്തിലെത്തും? ഒരു പ്രത്യാശയില്ലാത്ത ഉപദേശിയ, ഒരു പ്രത്യാശയില്ലാത്ത ഉപദേശി. ആ ഉപദേശിയെ കുറിച്ച് നിങ്ങൾ എന്താ പറയണം? സ്വഭാവം ഇല്ലാത്തവനെന്ന് പറയണം. വേറെങ്കിലും പോയി പറയണ്ട കേട്ടോ, ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ മാത്രം പറഞ്ഞു കഴിയുമ്പോഴേ എനിക്ക് ബോധം വരുന്നത്.
മറ്റുള്ളവരൊക്കെ പറഞ്ഞാൽ നിങ്ങളെ പിന്നെ അങ്ങോട്ട് അടുപ്പിക്കരുത്. നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ കാണുമ്പോൾ അന്നേരം തന്നെ എന്ത് ചെയ്യണം? ഓർപ്പിച്ചു തരണം. അയലോക്കക്കാരോട് ഞാൻ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ എന്റെ പോക്കറ്റിൽ 100 രൂപ ഉണ്ടായിട്ട് അപ്പുറത്ത് ഒരാൾ വിശന്നിരിക്കുന്നത് കണ്ടിട്ട് ഈ കാശെടുത്ത് ഞാൻ അയക്ക് കൊടുത്ത് അയാളുടെ വിഷമം മാറ്റാൻ ഒരു ശ്രമവും നടത്താതെ ഞാൻ വലിയ വീമ്പ് പറയുന്ന പുള്ളിയായിട്ട് നടക്കുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്നോട് പറയണം, ഭാഷയെ നിങ്ങൾ സുബോധമില്ലാതാ ജീവിക്കുന്നത്. നിങ്ങളുടെ ദേഹത്ത് എന്തില്ല? തിരുവെഴുത്ത് പറയുന്ന സ്നേഹത്തിന്റെ കവചം ഞാൻ കാണുന്നില്ല എന്ന് നിങ്ങൾ എന്നോട് പറയണം. പറയുമോ? അങ്ങനെ കണ്ടാ പറയുമോ? പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലെന്ന്. പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ സുബോധമുള്ളവനായി കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെന്ന്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ചങ്ങാതി നന്നായാൽ കണ്ണാടി എന്തിന് എന്നൊരു ചോദ്യം പണ്ട് കുഞ്ഞുനാളിൽ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്നറിയാമോ? നിന്റെ ചങ്ങാടി നല്ലതാണെങ്കിൽ നിനക്ക് കണ്ണാടി വേണ്ട. കണ്ണാടി എന്തിനാ? കണ്ണാടി എന്റെ ദേഹത്തെ അഴുക്കെനിക്ക് തിരിച്ചറിയാനാ. നല്ലൊരു ചങ്ങാതി ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണാടി വേണോ? നല്ലൊരു കൂട്ടു സഹോദരൻ ഉണ്ടെങ്കിൽ എനിക്ക് ചങ്ങാതി വേണോ? കണ്ണാടി വേണോ? നല്ല കൂട്ടു സഹോദരന്മാരായിട്ട് നിങ്ങൾ നിൽക്കണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത്, അവർ ഗൂഢമായി ചെയ്യുന്നത് പലതും നിനക്ക് മനസ്സിലായല്ലോ. പറയാൻ പോലും, പക്ഷെ നീ എന്ത് ചെയ്യണം? അവനെ ശാസിക്കണം. എന്നാലേ എന്ത് ആകത്തുള്ളൂ? വെളിച്ചത്താൽ ബോധം വരത്തുള്ളൂ. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സംഗതികളൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പറയണോ? പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് എന്താകത്തുള്ളൂ? ബോധം വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾ സുബോധമുള്ളവരാകും. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധിപ്പിക്കണമെന്ന് പറഞ്ഞാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. മനസ്സിലായോ? വേറെ പുറത്തുള്ള മറ്റുള്ളവരെ ഒന്നും നിങ്ങൾ നോക്കണ്ട. വേറെ ആരെയും നിങ്ങൾ ഉപദേശിക്കാൻ പോകണ്ട. ഉപദേശിക്കാൻ സ്വാതന്ത്ര്യമുള്ളിടത്തൊക്കെ പോയി പറഞ്ഞു. പക്ഷെ നമ്മൾ ഇത്രയും പേരുള്ളൂ. ഇത്രയും പേര് എന്ത് ചെയ്യണം? അന്യോന്യം. അങ്ങനെ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. പ്രബോധിപ്പിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. സഹോദരൻ നമ്മളോട് സംസാരിക്കും. ദൈവത്തിന്റെ ആത്മാവ് നാം പഠിച്ച വചനങ്ങൾ ഹൃദയത്തിൽ നിലനിൽക്കാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് പഠിച്ച് ഉള്ളത്തിന്റെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു പോവുകയല്ല, ഇത് ജീവിതത്തിൽ പ്രമാണിക്കാൻ വേണ്ടിയാ പഠിക്കുന്നത്. കർത്താവ് അങ്ങനെയാ പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിക്കണം. നമുക്കിത് പ്രമാണിക്കാനായിട്ട് കഴിയുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെന്ന് പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തുടർന്ന്